സാബ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ വീഡിയോകൾ കാണുമ്പോൾ തന്നെ അപ്പോൾ തന്നെ പഠിക്കുക. എന്തുകൊണ്ടാണ്? നമ്മുടെ എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 5-ാം തീയതിയാണ്. അതിനധികം സമയമില്ല. ലിമിറ്റഡ് പീരീഡിനുള്ളിൽ തന്നെ ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഓരോ വീഡിയോകൾ കാണുമ്പോൾ തന്നെ അപ്പോൾ തന്നെ പഠിക്കുക. ഞാൻ ഓരോ ടോപ്പിക്കിനനുസരിച്ച് നമ്മുടെ സിലബസിനനുസരിച്ചുള്ള ഓരോ ടോപ്പിക്കിനനുസരിച്ചാണ് ഞാൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഒരു ടൈം ടേബിൾ പോലെ തന്നെ നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ചും കൂടെ ഈസി ആയിരിക്കുള്ളൂ. സമയം നമുക്ക് അധികമില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് നീങ്ങാം. ഇന്ന് ഞാൻ എടുക്കുന്നത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള ഇത് പറയുന്നത് പാർട്ട് 1 കോപ്പറേഷനിലെ സിലബസിൽ പാർട്ട് 1 കോപ്പറേഷനിലെ 3-ാമത്തെ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ കേരളം എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ മുതൽ അങ്ങനെ പോയിട്ട് പിന്നെ എന്താണ് ക്രെഡിറ്റ് സ്ട്രക്ചർ മാത്രമല്ല, മാർക്കറ്റിംഗ് ഉണ്ട്, കൺസ്യൂമർ ഉണ്ട്, ഡയറി ഉണ്ട്, അതുപോലെ തന്നെ പ്രോസസ്സിങ്, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികൾ, ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് സൊസൈറ്റികൾ ഇന്ത്യയിലും കേരളത്തിലുമുള്ള എല്ലാ സൊസൈറ്റികളെയും കുറിച്ച് കവർ ചെയ്തു പോകേണ്ട ഒരു വലിയ സിലബസ് ആണ്. 7 മാർക്കിന്റെ സിലബസ്. 7 മാർക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7 മാർക്കാണ്. അപ്പൊ പരമാവധി അതിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന എല്ലാതും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ നീങ്ങുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നീങ്ങാം. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. എന്താണ് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ? കേരളത്തിലെ ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. എന്തൊക്കെയാണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതായത് പാക്സ് എന്ന് പറയും. പിന്നെന്താണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുമാണ് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ളത്. നമുക്ക് ഷോർട്ട് ടൈം ലോൺ എന്താണെന്ന് നോക്കാം. ഷോർട്ട് ടൈം ലോൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ലോൺ ബോറോഡ് ബൈ ഫാർമേഴ്സ് ടു കണ്ടക്ട് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ഓഫ് സീസൺ, ടു ബൈ സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, pesticides, etc., and to meet the expense of labor and rent for land and machinery. The period of loan ranges from 1 year to 1.5 years. അതായത് ഷോർട്ട് ടൈം ലോൺ എന്ന് പറയുന്നത് സീസൺ ആയിട്ടുള്ള അതായത് നമുക്കറിയാം നമ്മളുടെ പച്ചക്കറി കൃഷി, അതേപോലെ ഓരോ സീസൺ അനുസരിച്ചുള്ള കൃഷികളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ട് വായ്പകൾ എടുക്കുന്നതാണ് ഷോർട്ട് ടൈം ലോൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്കൊരു ഒരു ഇത് എന്താ പറയാ, പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് വെക്കുക. അപ്പൊ ആവശ്യമായിട്ടുള്ള വിത്തുകൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യമുള്ള വളങ്ങൾ, അത് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കീടങ്ങൾ വരും, കീടനാശിനികൾ, ഇതൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വായ്പകൾ എടുക്കുന്നത് ഹ്രസ്വകാല വായ്പകളായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പോ ഒരു ലാൻഡ്, സ്വന്തമായിട്ട് നമുക്ക് ലാൻഡ് ഇല്ല, സ്വന്തമായിട്ട് ലാൻഡ് ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യും? റെന്റിന് ലാൻഡ് എടുക്കും. അപ്പൊ അതിന്റെ റെന്റ് കൊടുക്കണ്ടേ? അപ്പൊ അത് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കും. അത് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ലോൺ ആണ്. അതായത് കുറച്ച് കാലഘട്ടത്തിലേക്ക് എടുക്കുന്ന ഭൂമി കേട്ടോ, ലോങ് ടൈമിലേക്ക് എടുക്കുന്ന ഭൂമിയല്ല, ഈ 1 വർഷ കാലയളവിലേക്ക് നമ്മൾ റെന്റിന് എടുക്കുന്ന ഭൂമി. അതുപോലെ തന്നെ എന്താണ്, അതിലേക്ക് ആവശ്യമുള്ള മെഷീനറികൾ വാടകയ്ക്ക് എടുക്കുക, അതല്ലെങ്കിൽ ആ ഭൂമിയിലേക്ക് ലേബറിനെ നമ്മൾ എടുക്കും, തൊഴിലാളികളെ കൊണ്ടുവരണമെങ്കിൽ ആ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ലോണുകൾ എടുക്കുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം ലോണുകൾ എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ടൈം ലോണിന്റെ കാലയളവ് എന്ന് പറയുന്നത് 1 വർഷം മുതൽ 1.5 വർഷം വരെയുള്ള കാലയളവുകളായിരിക്കും. അപ്പൊ ഷോർട്ട് ടൈം ലോൺ എന്താണ്? ഷോർട്ട് ടൈം ലോൺ ബോറോഡ് ബൈ ഫാർമേഴ്സ് to conduct agricultural operations of a season, to buy seeds, fertilizers, pesticides, etc., and to meet the expense of labor and rent for land and machinery. The period of loan ranges from 1 year to 1.5 years. അടുത്ത എന്താണ്? മീഡിയം ടേം ലോൺ. മീഡിയം ടേം അപ്പൊ നമുക്കറിയാം എന്താണ്, ഹ്രസ്വകാല വായ്പ അല്ല, ദീർഘകാല വായ്പയില്ല, അതിനിടയിലുള്ള വായ്പയാണ് ഈ മീഡിയം ടേം ലോൺ എന്ന് പറയുന്നത്. Medium term loan, on the other hand, is aimed at increasing the productivity of land and for undertaking improvement in the cultivation. It includes the extension of irrigation facilities, godown, purchase of cattle, protection of land from soil erosion, and starting allied agricultural activities. The term extends from 15 months to 5 years.
മീഡിയം ടേം ലോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒരു വർഷ കാലഘട്ടത്തിലേക്കുള്ള പച്ചക്കറികൾ ഇറക്കുന്നതല്ല. നമ്മൾ ഈ ലോങ് ടൈമില് നമുക്കൊരു കാലത്തേക്ക് ഒരു ലാൻഡ് നമ്മൾ വാടകയ്ക്ക് എടുത്തു എന്ന് വെക്കാം. റെന്റിനെടുത്ത് ആ ടൈമില് നമ്മൾ ഒരു വർഷ കാലയളവിൽ വിളവെടുക്കുന്നതല്ലാതെ കുറച്ചും കൂടി ലോങ് ടൈമിലേക്ക് വിളവെടുക്കുന്നതായാലും അതേപോലെ തന്നെ എന്താണ് അവിടേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കൃഷിഭൂമിയുണ്ട്. ആ കൃഷിഭൂമിയിലേക്കൊക്കെ ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഒരു ഗോഡൗൺ നമുക്ക് പണിയണമെന്ന് വെക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് എന്താ കൃഷിയിലേക്ക് വേണ്ടിയുള്ള കാറ്റിലിനെ വാങ്ങിക്കണം. ഇറിഗേഷൻ ഫെസിലിറ്റീസ് അതിൽ നമ്മള് അവിടെ എന്താ പറയാ വെള്ളമൊക്കെ കൊടുക്കണ്ടേ, അപ്പൊ അതിനു വേണ്ടി മോട്ടോർ വയ്ക്കണം, അതിന് വേണ്ടി വൈദ്യുതികൾ എടുക്കണം, അങ്ങനെ കുറെ അതിനുള്ള എക്സ്പെൻസുകൾ. അതേപോലെ തന്നെ എന്താണ് മണ്ണൊലിപ്പുകളൊക്കെ ഉണ്ടാകും, അതായത് സോയിൽ ഇറോഷൻസ്. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനെയൊക്കെ കെട്ടി ബണ്ടുകളൊക്കെ കെട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി കൂടുതൽ പൈസയും വേണം. അത് നമ്മൾ ഒരു വർഷ കാലയളവിലേക്ക് കൃഷി ഇറക്കുന്നതിന് അത് നമ്മൾ ചെയ്യില്ല. നമ്മൾ കുറച്ച് ദീർഘകാലമായിട്ട് കുറച്ചും കൂടി കാലയളവ് കൂടുതലുള്ളതിനൊക്കെ നമ്മളത് ചെയ്യും. അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ. അതുപോലെ എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ കൃഷി എന്ന് പറയുന്നത് കുറച്ചും കൂടി നീട്ടിക്കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴും പ്രൊഡക്ടിവിറ്റി കുറച്ച് കൂടുതലൊക്കെ വരണമെങ്കിൽ തന്നെ കുറച്ച് നാളത്തേക്കുള്ള കൃഷിയല്ല, നമ്മളിങ്ങനെ കുറെ കാലങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നൊക്കെ തീരുമാനിച്ചൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മീഡിയം ടേം ലോണുകൾ എടുക്കുന്നത്. അപ്പൊ ഈ മീഡിയം ടേം ലോൺ എന്ന് പറയുന്നത് 15 മാസം മുതൽ 5 വർഷ കാലയളവ്, എന്താണ് 15 മാസം മുതൽ 5 വർഷ കാലയളവ് വരെയുള്ള കൃഷി ചെയ്യുന്നതിന് വാങ്ങിക്കുന്ന ലോണുകളാണ് മീഡിയം ടേം ലോണുകൾ എന്ന് പറയുന്നത്. Median loan, on the other hand, is aimed at increasing the productivity of land and for undertaking improvement in the cultivation. It includes extension of irrigation facilities, godown, purchase of cattle, protection of land from soil erosion, and starting allied agricultural activities. The term extends from 15 months to 5 years. അടുത്തെന്താണ് ലോങ് ടൈം ലോൺ? എന്താണ് അടുത്തത്? ലോങ് ടൈം ലോൺ എന്ന് പറയുന്നത്. ലോങ് ടൈം ലോൺ എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് പെർമനന്റ് ആയിട്ട് ദീർഘകാലത്തേക്ക്, അതായത് നമ്മൾ ഒരു 10 വർഷത്തേക്ക് മേലെയൊക്കെ ആയിട്ടുള്ള കൂടുതൽ കാലങ്ങളിലേക്കൊക്കെ വേണ്ടി നമ്മൾ കൃഷിയൊക്കെ ഇറക്കണം. ഇപ്പൊ തെങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യണം. റബ്ബറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് വെച്ച് നാളെ കിട്ടുന്നതല്ല, അല്ലെങ്കിൽ ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന വിളകളല്ല. അതൊക്കെ കൂടുതൽ കാലഘട്ടത്തിലേക്കുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള വിളകൾക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ലോങ് ടൈം ലോണിനെ ആശ്രയിക്കാം. അതെന്താന്ന് നോക്കാം. ലോങ് ടൈം ആർ റേസ്ഡ് ടു മേക്ക് പെർമനന്റ് ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഓർ ഫാമിംഗ്. It includes mechanization of agriculture, setting up industries related to agriculture, purchase of agricultural machinery, conversion of barren land into cultivable land, etc. അതായത് വേറൊന്നുമില്ല, ഇത് ചെയ്യുന്നത് ലോങ് ടൈമിന് പെർമനന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതായത് യന്ത്രവൽക്കരണം, മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഷിക യന്ത്രവൽക്കരണം എന്ന് പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ അതായത് കൃഷിക്ക് അനുസരിച്ച് നമ്മൾ അത് ഇൻഡസ്ട്രീസും കൂടിയായിട്ട് വരുമ്പോൾ, അതേപോലെ തന്നെ എന്താണ് മെഷീനറികൾ വാങ്ങിക്കുന്നതിന്, പിന്നെ തരിശുഭൂമികളെയൊക്കെ എന്താണ് നല്ല കൃഷിഭൂമിയായിട്ട് മാറ്റുന്നതിന്, ഇതിനൊക്കെ കൂടുതൽ ഫണ്ടുകൾ വേണം. ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കുറച്ച് കൂടുതൽ കാലഘട്ടങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനാശ്രയിക്കുന്നതാണ് ദീർഘകാല വായ്പകൾ അല്ലെങ്കിൽ ലോങ് ടേം ലോൺ എന്ന് പറയുന്നത്. Long term loan are raised to make permanent development in agriculture sector farming. It includes mechanization of agriculture, setting up industries related to agriculture, purchase of agriculture machinery, conversion of barren land into cultivable land, etc. ഇനി നമുക്ക് നോക്കാം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഷോർട്ട് ടൈം അല്ലെങ്കിൽ മീഡിയം ടേം ലോണുകൾ കൊടുക്കുന്നതിൽ ആദ്യം നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞു. 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേര് പറഞ്ഞു. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു. അതില് ഷോർട്ട് ടേം മീഡിയം ടേം ലോണുകളിൽ അഗ്രികൾച്ചർ കാർഷിക വായ്പകളല്ല നമ്മൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ചെയ്യുന്നത്. പ്രൈമറി തലത്തില് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളാണ് എന്താ പറയുക കാർഷിക വായ്പകൾ നൽകുന്നത്. അപ്പൊ എന്താണ് നമുക്ക് പഠിക്കാം? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതിന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്ന പേരാണ് പാക്സ്. എന്താണ് പാക്സ് എന്നാണ് പറയുക? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാല്
Definition of service cooperative banks: an organization of villages who have willingly combined for mutual help and cooperation is in meeting their common economic requirement and in increasing agriculture production. അതൊരു ഓർഗനൈസേഷൻ ആണ്. എന്തിന്റെ ഓർഗനൈസേഷൻ ആണ്? വില്ലേജുകളുടെ ഗ്രാമീണരുടെ ഒരു ഓർഗനൈസേഷൻ ആണ്. അതെന്താണ്? മ്യൂച്വൽ ഹെൽപ്പിന്, പരസ്പര സഹായത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഓർഗനൈസേഷൻ ആണ്. അതെങ്ങനെയാണ് പരസ്പര സഹായങ്ങൾ നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് സഹകരണ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പരസ്പര സഹായത്തോടു കൂടിയും വില്ലേജുകളിൽ നടത്തുന്ന ഒരു ഓർഗനൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത്? സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് എൻ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജസ് who have willingly combined for mutual help and cooperation in meeting their common economic requirement and in increasing agriculture production. എക്കണോമിക് മാത്രമേ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ രണ്ടും ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത എന്താണ്? ആസ് പെർ KCS ആക്ട്, പാക്സ് ഇൻക്ലൂഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് റൂറൽ സൊസൈറ്റി. നമ്മൾ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നതിൽ എന്തെല്ലാം ഉൾപ്പെടും? ഒന്ന് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അടുത്തത് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ എന്താണ്? ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ റൂറൽ സൊസൈറ്റി. അതായത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ ഒന്നല്ല. ആദ്യ കാലഘട്ടത്തിൽ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരുന്നു. പിന്നീട് അത് ബാങ്കിങ് മേഖലകളിലേക്ക് കൂടുതലായി കടന്നു ചെന്നപ്പോൾ അതിന് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് റിനെയിം ചെയ്തു. പക്ഷേ എല്ലാ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഇപ്പോഴും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കായി മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുമുണ്ട്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുമുണ്ട്. പിന്നീട് എന്താണ്? ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അത് വേറെ ഒന്നാണ്. എല്ലാവരും സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ല, അത് മനസ്സിലാക്കുക. അതിന് എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. പിന്നെ റൂറൽ സൊസൈറ്റി എന്ന് പറയുന്നത് റൂറൽ ഏരിയയിൽ മാത്രം ഉണ്ടാവുള്ളൂ. നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ റൂറൽ സൊസൈറ്റി എന്ന് പറയുന്നത് റൂറൽ ഏരിയയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ എന്താണ്? പാക്സ് എന്ന് പറയുന്നതിലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് റൂറൽ സൊസൈറ്റി ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. പാക്സ് ഈസ് എ ബേസിക് യൂണിറ്റ് ആൻഡ് സ്മോളസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ്, ഏറ്റവും ചെറിയ രൂപമാണ് പാക്സ് എന്ന് പറയുന്നത്. ഏറ്റവും താഴെക്കടലിൽ ഏറ്റവും ചെറിയ കുറച്ച് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ് പാക്സിനുള്ളത്. ഇറ്റ് വർക്ക്സ് ഓൺ ദ ഗ്രാസ് റൂട്ട് ലെവൽ. അത് ഗ്രാസ് റൂട്ട് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതെല്ലാം കാണാപ്പാടം ഇങ്ങനെ പഠിച്ചു വെക്കല്ല, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുക. കാണാപ്പാടം പഠിക്കേണ്ടത് കാണാപ്പാടം വായിക്കുക, എല്ലാത്തിനും മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എങ്ങനെ നമ്മൾക്ക് എഴുതണം എന്നുള്ളത് ഇത് മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പറ്റുള്ളൂ. അപ്പൊ എല്ലാം മനസ്സിലാക്കി പോകണം നിങ്ങൾ. ഈ പാക്സ് വർക്ക്സ് ഓൺ ദി ഗ്രാസ് റൂട്ട് ലെവലിലാണ് പാക്സ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും താഴെക്കടയിലാണ്, അതായത് ഏറ്റവും താഴെ ഇതിലാണ് പാക്സ് വർക്ക് ചെയ്യുന്നത്. It provides short-term and medium-term loan to farmers, which helps to meet their short-term financial requirement. കൃഷിക്കാരുടെ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ റിക്വയർമെന്റിനുണ്ട്, അതായത് ഹ്രസ്വകാലത്തിൽ കുറച്ച് കാലങ്ങളിലുള്ള ഫിനാൻഷ്യൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് ആണ് അവർ ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺ. ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺസ് പാക്സ് കർഷകരുടെ ചെറിയ കാലഘട്ടത്തിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പാക്സ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2OAA. പാക്സ് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 2OAA പ്രകാരമാണ്. സെക്ഷൻ 2OAA പ്രകാരമാണ് പാക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. The principal object of which to undertake agricultural credit activities and to provide loans and advances for agricultural purposes. The principal object എന്ന് പറയുന്നതാണ് principal object of which is to undertake agriculture credit activities and to provide loans and advances for agriculture purposes. വേറെ ഒന്നുമില്ല.
അഗ്രികൾച്ചർ വായ്പകൾ കൊടുക്കുന്നു, കാർഷിക വായ്പകൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? വായ്പകൾ കൊടുക്കുന്നു. അതേപോലെ അതെന്തിനാണ്? അഗ്രികൾച്ചർ പർപ്പസിന്, അഗ്രികൾച്ചറിന്റെ ആവശ്യങ്ങൾക്കുള്ള പർപ്പസസിന് വേണ്ടിയിട്ട് ലോൺസ് കൊടുക്കുന്നു, അതുപോലെ അഡ്വാൻസസ് കൊടുക്കുന്നു. ഇതാണ് ഒരു പാക്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നതിന്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പാക്സ് ഷാൾ ബി ലിമിറ്റഡ് ടു വില്ലേജ്, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി. ശ്രദ്ധിക്കുക, ഒരു പഞ്ചായത്ത് ആവാം, അതുപോലെ വില്ലേജ് ആവാം, അതുപോലെ തന്നെ കുറച്ച് ഏരിയ, മുനിസിപ്പാലിറ്റിയിലെ കുറച്ച് ഏരിയകളാവാം. അതായത് ഞാനത് അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഒരു വില്ലേജ് മുഴുവനായിട്ടാവാം, ഒരു പഞ്ചായത്ത് മുഴുവനായിട്ടാവാം, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാകാം, ഒരു മുനിസിപ്പാലിറ്റി മുഴുവനായിട്ടാകാം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ടാകാം. അതാണ് പാക്സിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. കുറച്ച് ഭാഗങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് വാർഡുകളായിട്ട് വരാം. അല്ലാണ്ട് ഒരു പഞ്ചായത്ത് മുഴുവൻ ഒരു പാക്സ് വരണമെന്നില്ല. ഒരു പഞ്ചായത്തിൽ തന്നെ 2 പാക്സുകളൊക്കെ വർക്ക് ചെയ്യാം. ചില പഞ്ചായത്തുകൾ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഒരു മുനിസിപ്പാലിറ്റിയിൽ തന്നെ 2-3 പാക്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി മുഴുവനായിട്ട് ഒരു പാക്സ് വരാം. അങ്ങനെ പല രീതിയിലാണ് വരുന്നത് ഓപ്പറേഷൻ. അപ്പൊ മനസ്സിലാക്കുക, ഒരു മുനിസിപ്പൽ ഏരിയനേക്കാൾ കൂടുതലായിട്ട് വരുന്നില്ല. ഒരു വില്ലേജ് ആവാം, ഒരു പഞ്ചായത്ത് ആവാം, ഒരു മുനിസിപ്പാലിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ കുറച്ച് വാർഡുകളാവാം, ഒരു മുനിസിപ്പാലിറ്റിയിലെ കുറച്ച് വാർഡുകളാവാം. അതാണ് പാക്സിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പാക്സ് ഷാൾ ബി ലിമിറ്റഡ് ടു വില്ലേജ്, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി. അല്ലെ? ഇനി എന്താണ്? ലയബിലിറ്റി ആസ് പെർ സെക്ഷൻ 5 ഓഫ് KCS ആക്ട്, സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺ ക്യാൻ ബി രജിസ്റ്റേർഡ്. നമുക്കറിയാം, 1969 KCS ആക്ട് പ്രകാരം, KCS ആക്ടിൽ സെക്ഷൻ 5 പ്രകാരം എന്താണ്? എല്ലാ സൊസൈറ്റികളും, രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സൊസൈറ്റികളും എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ പാക്സ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 3 ടൈപ്പ് മെമ്പർഷിപ്പാണ് പ്രധാനമായിട്ട് ഒരു പാക്സ് കൊടുക്കുന്നത്. 3 ടൈപ്പ് മെമ്പർഷിപ്പ്. 1 A ക്ലാസ് മെമ്പർഷിപ്പ്, 2 B ക്ലാസ് മെമ്പർഷിപ്പ്, 3 C ക്ലാസ് മെമ്പർഷിപ്പ്. എന്തൊക്കെയാണ്? A ക്ലാസ് മെമ്പർഷിപ്പ്, B ക്ലാസ് മെമ്പർഷിപ്പ് ആൻഡ് C ക്ലാസ് മെമ്പർഷിപ്പ്. A ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽസ് നമ്മൾ ചെന്നിട്ട് അവിടെ ഒരു മെമ്പർഷിപ്പ്, ഒരു സംഘത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനത്തെയുള്ള മെമ്പർഷിപ്പിന് നമ്മൾ A ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ആ A ക്ലാസ് മെമ്പർഷിപ്പ് ഇഷ്യൂ ചെയ്യുന്നതിനൊരു ഇതുണ്ട്. A ക്ലാസ് മെമ്പർഷിപ്പ് ഇഷ്യൂഡ് ടു ഇൻഡിവിജ്വലി റിസൈഡിങ് വിത്തിൻ ഓർ ഓക്യുപ്പൈങ് ലാൻഡ് ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. എന്താണ് A ക്ലാസ് മെമ്പർഷിപ്പ്? അവിടെ സ്ഥിരതാമസമായിട്ട് ഉള്ള ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകൾക്കാണ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് അവിടെ സ്ഥലമെങ്കിലും ഉണ്ടായിരിക്കണം, അവിടെ നമ്മൾക്ക് അവിടെ ഒരു കുറച്ച് ഭൂമിയെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് A ക്ലാസ് മെമ്പർഷിപ്പ് തരികയുള്ളൂ. A ക്ലാസ് മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. A ക്ലാസ് മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് മാത്രമേ അവിടുത്തെ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. എല്ലാവിധ റൈറ്റും നമുക്കറിയാം. ഏതൊരു സൊസൈറ്റി, ഏതൊരു സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും വലുതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡി പങ്കെടുക്കുക, അല്ലെങ്കിൽ ആ ജനറൽ ബോഡിയിൽ ഒരു മെമ്പർ നമ്മൾ ആവണമെങ്കിൽ A ക്ലാസ് മെമ്പർഷിപ്പ് എടുക്കണം. A ക്ലാസ് മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ലോണുകൾ എടുക്കാൻ പറ്റുള്ളൂ. ഗോൾഡ് ലോൺ ഒഴികെയുള്ള ബാക്കിയുള്ള ലോണുകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിലൊക്കെ അവിടെ A ക്ലാസ് മെമ്പർഷിപ്പ് നമുക്ക് എടുത്തേ പറ്റുള്ളൂ. അപ്പൊ A ക്ലാസ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? A ക്ലാസ് മെമ്പർഷിപ്പ് ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന മെമ്പർഷിപ്പാണ്. അവിടെ നമ്മൾ സ്ഥിരതാമസക്കാരായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്ഥലം ഉണ്ടായിരിക്കണം. B ക്ലാസ് മെമ്പർഷിപ്പ് ഇഷ്യൂഡ് ടു ഗവൺമെന്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കമ്മിറ്റി അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. അതായത് B ക്ലാസ് മെമ്പർഷിപ്പ് ആണ് നമ്മൾ ഗവൺമെന്റിന്റെ പോലത്തുള്ള സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ, അതുപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ B ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ B ക്ലാസ് മെമ്പർഷിപ്പ് ഗവൺമെന്റ് മെമ്പർഷിപ്പ് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. അതേ ഗവൺമെന്റ് അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾക്കാണ് B ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അടുത്തതാണ് C ക്ലാസ് മെമ്പർഷിപ്പ്. C ക്ലാസ് മെമ്പർഷിപ്പ് ഇഷ്യൂഡ് ടു നോമിനൽ അസോസിയേറ്റ് മെമ്പർ. C ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർമാർക്കാണ്. ഈ നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർമാർ എന്ന് പറയുന്നത് ചെറിയ എന്തെങ്കിലും ഇടപാടുകളൊക്കെ നടത്താൻ വേണ്ടി മെമ്പർഷിപ്പ് എടുക്കുന്ന മെമ്പർമാരെയാണ് നമ്മൾ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർമാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഗോൾഡ് പ്ലഡ്ജ് ചെയ്യണം, അപ്പൊ അതിന് നമുക്ക് മെമ്പർമാരാവണ്ട, നമുക്കതിന് നോമിനൽ മെമ്പർഷിപ്പ് എടുത്താൽ മതി. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റികൾക്കൊക്കെ എടുക്കുന്ന മെമ്പർഷിപ്പാണ് നോമിനൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ആ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക് യാതൊരുവിധ റൈറ്റും, അതായത് നോമിനൽ മെമ്പർക്ക് ആവശ്യമുള്ള ചെറിയ റൈറ്റുകൾ, അതല്ലാതെ വേറെ ഉള്ള അവകാശങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല.
സോഴ്സ് ഓഫ് ഫണ്ട്സ് ദർ ആർ ടു, അതായത് സോഴ്സ് ഓഫ് ഫണ്ട് എന്തൊക്കെയാണ് അതിന്റെ സോഴ്സ് ഓഫ് ഫണ്ട് എന്നൊക്കെ, ദർ ആർ ടു സോഴ്സസ്, ഇന്റേണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. അതിന്റെ ഉള്ളിൽ തന്നെയുള്ള സോഴ്സുകളും പിന്നെ പുറത്തുനിന്ന് എടുക്കുന്ന സോഴ്സുകളും, അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന സോഴ്സ് ഓഫ് ഫണ്ടിന്. നമുക്ക് എന്താണ് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് നോക്കാം. ഷെയർ ക്യാപിറ്റൽ, എൻട്രൻസ് ഫീ, റിസർവ് ഫണ്ട്, സീക്രട്ട് റിസർവ്സ്, അതർ റിസർവ്സ്. അതായത് ഒരു സൊസൈറ്റി, അത് ആ സൊസൈറ്റിയെ സംബന്ധിച്ച്, അതായത് പാക്സ് എന്ന് പറയുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആവട്ടെ, റൂറൽ സൊസൈറ്റി ആവട്ടെ, ഫാർമേഴ്സ് ആവട്ടെ, എന്താവട്ടെ, അതിന്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആ മെമ്പർ കൊടുക്കുന്ന, അവിടെ എടുക്കുമ്പോൾ ഷെയർ എടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഷെയർ ക്യാപിറ്റൽ അവരുടെ ഇന്ത്യൻ ഫണ്ടാണ്. അതായത് അവിടെ സോഴ്സ് ഓഫ് ഫണ്ടിലൊന്നാണ്. അതുപോലെ തന്നെ എൻട്രൻസ് ഫീ, അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്. ആ എൻട്രൻസ് ഫീ, പിന്നെ റിസർവ് ഫണ്ടുകൾ, നമ്മൾ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു ഫണ്ടാണ് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. ആ റിസർവ് ഫണ്ടുകൾ, അതുപോലെ തന്നെ റിസർവ് ഫണ്ടുകളിൽ തന്നെ സീക്രട്ട് റിസർവുകൾ ഉണ്ടായിരിക്കും. ആ സീക്രട്ട് റിസർവ്, പിന്നെ അതർ റിസർവ്സും സോഴ്സ് ഓഫ് ഫണ്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഷെയർ ക്യാപിറ്റൽ, എൻട്രൻസ് ഫീ, റിസർവ് ഫണ്ട്, സീക്രട്ട് റിസർവ്സ് ആൻഡ് അതർ റിസർവ്സ്. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് എന്താന്ന് നോക്കാം. എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ്. ഗവൺമെന്റ് നൽകുന്ന ഗ്രാന്റുകളും സബ്സിഡികളും എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. ഗവൺമെന്റ് ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ്. രണ്ട്, ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ബോറോയിങ് ഫ്രം DCBയിൽ നിന്നുള്ള ബോറോയിങ്സ്, അതായത് ഗവൺമെന്റ് ഗ്രാന്റുകൾ കൊടുക്കും, സബ്സിഡികൾ കൊടുക്കും, അതൊരു എക്സ്റ്റേണൽ സോഴ്സ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഡെപ്പോസിറ്റ്, നമ്മളെല്ലാവരും മെമ്പർമാരെല്ലാവരും കൊണ്ട് ഡെപ്പോസിറ്റുകൾ ഇടും. നോൺ മെമ്പേഴ്സും ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ മെമ്പർമാരിൽ നിന്ന് മാത്രമല്ല ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുന്നത്. അപ്പൊ നോൺ മെമ്പർമാരും കൊടുക്കുന്ന ഡെപ്പോസിറ്റുകൾ, അത് എക്സ്റ്റേണൽ സോഴ്സ്, നമ്മൾക്ക് ഫണ്ടാണ്. ആ ഫണ്ടൊക്കെ എടുത്തിട്ടാണ് എന്താണ് ലോൺ കൊടുക്കുന്നത്. അതിൽ നിന്നാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ആ പ്രോഫിറ്റ് മാത്രമല്ല, എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാം, കണ്ടിജൻസി ആവട്ടെ, എസ്റ്റാബ്ലിഷ്മെന്റ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഈ ഒരു മാർജിനാണ്. അഡ്വാൻസ് ലോൺ, നമ്മള് ഡെപ്പോസിറ്റുകൾ വാങ്ങിച്ച് ലോൺ കൊടുക്കുന്നു. ഇതിൽ നിന്നുള്ളൊരു മാർജിൻ ഉണ്ട്. ആ മാർജിനിൽ നിന്നാണ് നമ്മൾ അവിടുത്തെ ജീവനക്കാരെയൊക്കെ ആയിട്ട്, നമ്മളിപ്പോ അവിടെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾ, നമുക്കുള്ള ശമ്പളമൊക്കെ കിട്ടുന്ന അങ്ങനെയാണ്. അപ്പൊ എന്താണ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. അതേപോലെ ബോറോയിങ് ഫ്രം DCB എന്നുള്ളത് നമുക്ക് നമ്മളുടെ സ്റ്റേറ്റിൽ ഇപ്പോൾ വരുമ്പോൾ എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് തിരുത്തി വായിക്കാം. എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ബോറോയിങ് ഫ്രം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പൊ അതാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ്? ഗവൺമെന്റ് ഗ്രാന്റ്സ്, സബ്സിഡീസ്, ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്, ബോറോയിങ് ഫ്രം DCB. ഇത്രയൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇനി നമുക്ക് ഒരു സംഘത്തിന്റെ മാക്സിമം ബോറോയിങ് പവർ എന്താണെന്ന് നോക്കാം. മാക്സിമം ബോറോയിങ് പവർ എന്ന് പറയുന്നത് ഒരു സംഘം വാങ്ങിക്കാൻ, ഒരു സംഘത്തിന് എത്രത്തോളം കടം വാങ്ങിക്കാൻ പറ്റും. സംഘം കടം വാങ്ങിക്കുന്ന പറഞ്ഞു, നമ്മ DCBന്ന് ബോറോയിങ്സ് വാങ്ങിക്കുന്നു പറഞ്ഞു, ഗവൺമെന്റിന്റെ നിന്ന് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് എത്രത്തോളം വാങ്ങിക്കാൻ പറ്റും? ഒരു സംഘത്തെ തോന്നി എത്രയും വാങ്ങിക്കാൻ പറ്റും? അങ്ങനെയില്ല, ഒരു ലിമിറ്റ് ഉണ്ട്. ഓരോ സംഘത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അത് ലിമിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ടൈംസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട്. ഫിക്സഡ് ടൈം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ 30 ടൈംസ് ആയിരുന്നു, പിന്നെ അത് 50 ടൈംസ് ആക്കി ഇൻക്രീസ് ചെയ്തു, പിന്നെ 100 ടൈംസ് ആക്കി. ഇപ്പോഴത്തെ ഫിക്സഡ് ടൈം എന്ന് പറയുന്നത് 150 ടൈംസ് ആണ്. ഈ ഫിക്സഡ് ടൈം എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ അത് എഴുതി വെക്കാം. 150 ടൈംസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ടാണ്. ഇപ്പോൾ വാങ്ങിക്കുന്നത് റിസർവ് ഫണ്ടിന്റെയും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അടച്ചു തീർത്ത മൂലധനമാണ് കേട്ടോ, അല്ലാതെ അംഗീകൃതമല്ല. അടച്ചു തീർത്തതാണ്, പെയ്ഡ് അപ്പ് ആണ്, ഓതറൈസ്ഡ് അല്ല. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെയും റിസർവ് ഫണ്ടിന്റെയും എത്ര 150 ഇരട്ടിയാണ് ഒരു സംഘത്തിന് മാക്സിമം വാങ്ങിക്കാൻ പറ്റുന്ന ബോറോയിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ MBP എന്ന് പറയുന്നത് ഫിക്സഡ് ടൈംസ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട്. മാനേജ്മെന്റ് എന്നാന്ന് നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ മെമ്പർമാരായിട്ടൊക്കെ ക്ലാസ് മെമ്പർമാർക്കൊക്കെ ജനറൽ ബോഡിയാണ്, അവർക്ക് എല്ലാവിധ അധികാരങ്ങളുടെ അവകാശങ്ങളും എന്നൊക്കെ പറഞ്ഞു. ഒരു സംഘത്തിൽ സംബന്ധിച്ച് 20,000, 30,000 അല്ലെങ്കിൽ 12,000, 10,000 എത്രയെങ്കിലും അംഗങ്ങളുണ്ടെന്ന് വിചാരിക്കാം. ഈ അംഗങ്ങൾക്ക് എല്ലാ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ, അതായത് ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടി ഇവരിൽ നിന്ന് എന്താണ് മാനേജ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സെലക്ട് ചെയ്യും.
ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് കോർപ്പറേഷൻ അടിസ്ഥാന തത്വത്തിൽ ഡെമോക്രാറ്റിക് കൺട്രോൾ ഉണ്ട്. അപ്പൊ ജനാധിപത്യ രീതിയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് ഓഫ് കമ്മിറ്റിയാണ്. ബോർഡ് ഓഫ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മുതൽ 15 അംഗങ്ങൾ വരെ, മിനിമം 7 ആളെങ്കിലും ഉണ്ടായിരിക്കണം. മാക്സിമം എത്ര ആളുണ്ടായിരിക്കണം? 15 മെമ്പർമാരുണ്ടായിരിക്കണം. 7 മുതൽ 15 മെമ്പർമാർ വരെ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ കാലാവധി, ഒരു ബോർഡിന്റെ മാനേജ്മെന്റ് കാലാവധി എന്ന് പറയുന്നത് 5 വർഷ കാലഘട്ടമാണ്. 5 വർഷ കാലാവധിയാണ് ഒരു ബോർഡിന്റെ കാലാവധി എന്ന് പറയുന്നത്. അതായത് ദ അൾട്ടിമേറ്റ് അതോറിറ്റി വെർസ് വിത്ത് ജനറൽ ബോഡി. അൾട്ടിമേറ്റ് അതോറിറ്റി, അതായത് പരമാധികാരം എന്ന് പറയുന്നത് ജനറൽ ബോഡിക്ക് തന്നെയാണ്. പരമാധികാരം അൾട്ടിമേറ്റ് അതോറിറ്റി ആർക്കാണ്? ജനറൽ ബോഡിക്കാണ്. ബോർഡ് ഓഫ് മാനേജ്മെന്റ് കൺസിസ്റ്റിംഗ് ഓഫ് 7 to 15 മെമ്പേഴ്സ്. ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ ജനറൽ ബോഡിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ അതെത്ര വരെയാകാം? 7 മുതൽ 15 വരെയാകാം. മാക്സിമം 15, അതിൽ കൂടുതലാവാൻ പാടില്ല. എന്നാൽ 7ൽ താഴെ 6 ആവാനും പാടില്ല. അപ്പൊ അതാണ് 7 to 15 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ടേം ഓഫ് ദ കമ്മിറ്റി ഷാൽ ബി 5 years. 5 വർഷ കാലയളവ്. 5 വർഷ കാലയളവാണ് മാനേജ്മെന്റിന്റെ ടേം എന്ന് പറയുന്നത്. The managing committee elects president, vice president and other office bearers. മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അതുപോലെയുള്ള ഓഫീസ് ബെയറേഴ്സിനെയും തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ മെമ്പേഴ്സിന് എങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഉള്ളത്? അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. 7 ആളായാലും 15 ആളായാലും 10 ആളായാലും 11 ആളായാലും ഈ ക്രൈറ്റീരിയയിൽ പെടുന്ന എല്ലാവരും ഉണ്ടായിരിക്കണം. ഒന്നാമത്തത് എന്താണ്? ഒരു അംഗങ്ങൾ SC/ST ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ 15 അംഗ സംഘങ്ങളെ ആളെടുത്തിട്ടൊന്നുമില്ല, 7 ആളുള്ളൂ, അപ്പൊ അതിൽ നിന്ന് ഒരാളെ SC/ST പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. 7 ആളുള്ളെങ്കിലും ഒരാൾ എന്തായിരിക്കണം? SC/ST മെമ്പർ ആയിരിക്കണം. 3 വനിതാ മെമ്പർമാരുണ്ടായിരിക്കണം. 3 വനിതാ മെമ്പർമാരുണ്ടായിരിക്കണം. ഒരു ഡെപ്പോസിറ്റ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരിക്കണം. ഒരു ഡെപ്പോസിറ്റ് റെപ്രസെന്റേറ്റീവ്. നിക്ഷേപകരിൽ നിന്ന് ഒരാള്. ആ നിക്ഷേപകൻ എന്ന് പറയുന്നത് മിനിമം 10,000 രൂപയെങ്കിലും നിക്ഷേപം ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കണം. 1000 2000 രൂപ FD ഇട്ട ആളായിരിക്കരുത്, അല്ലെങ്കിൽ നിക്ഷേപിച്ച ആളായിരിക്കരുത്. 10,000 ഇതിന് മേലെ എത്ര വേണമെങ്കിലും നിക്ഷേപിച്ച ആളാവാം. ഈ പറയുന്ന ക്രൈറ്റീരിയയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ക്രൈറ്റീരിയയിൽ ഞാൻ പറയുന്നത്, ഒരു SC/ST മെമ്പർ 15 അംഗ അല്ലെങ്കിൽ 7 അംഗ കമ്മിറ്റിയിൽ എടുത്തിരിക്കണം. ഞാനൊരു SC/ST മെമ്പർ ആണെന്ന് വെക്കുക, എന്നെ SC/ST മെമ്പർ ആയിട്ട് തെരഞ്ഞെടുത്തു. അപ്പൊ വേറൊരാൾ, നിങ്ങളിലൊരാള് SC/ST നല്ലൊരാളാണ്, നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, ആൾ SC/ST ആണ്. അയ്യോ ഞാനൊരു SC/ST ആണ്, എന്നെ എടുത്തല്ലോ, നിങ്ങൾ ഇനി എടുക്കാൻ പാടില്ല. അങ്ങനെയില്ല. ഒരാൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പിന്നെ എത്ര ആൾ വേണമെങ്കിലും ആയാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ 3 വനിത, ഞാനൊരു വനിതയാണ്, എന്നെ തെരഞ്ഞെടുത്തു. അതേപോലെ നമ്മൾ 3 ആള് വനിതകൾ എടുത്തു. പിന്നെ വേറൊരാളെ വനിത എടുക്കാൻ പറ്റില്ല. അയ്യോ 3 ആളുണ്ട്, ഇനി വനിതയൊന്നും പറ്റില്ല. ഈ സ്ത്രീകൾക്ക് എല്ലാ അധികാരവും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ അഹങ്കാരമാണ് എന്ന് പറഞ്ഞ് മാറ്റിയെടുക്കാൻ പറ്റില്ല. 4 5 6 വനിതയായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ മിനിമം 3 ആളുണ്ടായാലും ഉണ്ടായിരിക്കണം. പറ്റില്ല, പ്രാപ്തരായിട്ടുള്ള ഒറ്റ സ്ത്രീകളില്ല. 2 ആളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞാൻ പറ്റില്ല. 3 ആള് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. 7 അംഗമായിക്കോട്ടെ, 15 അംഗമായിക്കോട്ടെ, 10 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, 3 വനിതകൾ ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു നിക്ഷേപകരിൽ നിന്നും ഒരാളുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മാനേജിംഗ് കമ്മിറ്റിയിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. 7 മുതൽ 15 അംഗ മെമ്പർമാരായിരിക്കണം. ഒരാൾ SC/ST ആയിരിക്കണം. 3 ആള് വനിതയായിരിക്കണം. ഒരു നിക്ഷേപകരിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ 5 വർഷ കാലയളവാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ളത്. അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ് ഒക്കെ നടത്തി നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ ജനറൽ ബോഡിയിൽ നിന്നൊക്കെ എടുത്തു. ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി നമ്മൾ മെമ്പർമാരെല്ലാം അതിന് ഉദ്യോഗസ്ഥരാണുള്ളത്. ആ ഉദ്യോഗസ്ഥരിലെ ഏറ്റവും ടോപ്പ് ആയിട്ട് ഒരാളുണ്ടായിരിക്കും. അതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ആ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് പാക്സിനെ സംബന്ധിച്ച് അതിന്റെ പേര് സെക്രട്ടറി എന്നാണ്. പാക്സിൽ എന്താ? സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ സെക്രട്ടറിയാണ്. സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലും റൂറൽ ബാങ്കുകളിലും സെക്രട്ടറിയാണ്. അപ്പൊ എന്താണ്? സിഇഒയുടെ പേര് എന്താണ്? സെക്രട്ടറി എന്നാണ് അറിയുന്നത്. നമുക്ക് ഇനി അടുത്ത് ഓബ്ജക്ട്സ് എന്താണെന്ന് നോക്കാം. ടു സപ്ലൈ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ്. To supply essential consumer goods, to provide short-term loan for farm requisites, to provide short-term loan for farm requisites, to issue medium-term loans for development activities, to issue medium-term loan for development activities, preparation of agricultural production plan, preparation of agricultural production plan, to arrange the marketing agricultural produce, to arrange the
marketing of agricultural produce, to supervise the utilization of loans, to supervise the utilization of loans, to arrange for storage of producers of farmers, to arrange for storage of producers of farmers, to recover loans, to supply farm requirements such as seeds, fertilizers, insecticides, in agricultural implements like sickle, grass, reapers, etc. To supply farm requirements such as seeds, fertilizers, insecticides, agricultural implements like sickle, grass, reapers, etc. To raise funds by way of deposits from members and non-members, and to raise funds by way of deposits from members and non-members, to provide social welfare activities for the society as whole. To provide social welfare activities for the society as whole. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞാല് ഒന്നുമില്ല, എന്താണ് നമ്മള് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി സ്പീഡിൽ അതെടുത്തത്. വേറെ ഒന്നുമില്ല. എന്തൊക്കെയാണ്? കൺസ്യൂമർ, അതായത് ഇവർക്ക് ആവശ്യമുള്ള കൺസ്യൂമർ ഗുഡ്സുകളൊക്കെ സപ്ലൈ ചെയ്യുക, ഷോർട്ട് ടൈം ലോൺസുകൾ കൊടുക്കുക, അതുപോലെ തന്നെ മീഡിയം ടൈം ലോൺ, ഷോർട്ട് ടൈം ലോൺ ഇതിന് ഫാം, അതായത് അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്ക്, ഡെവലപ്മെന്റ് ആക്ടിവിറ്റികൾക്ക് മീഡിയം ടൈം ലോണുകൾ കൊടുക്കുക, പ്രൊഡക്ഷൻ പ്ലാനുകൾക്ക് ഉള്ള പ്രിപ്പറേഷൻ, അതിനുള്ള പ്രൊജക്ട് റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചർ പ്രൊഡ്യൂസുകളൊക്കെ മാർക്കറ്റ് ചെയ്യാം, അതായത് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ ത്രൂ അഗ്രികൾച്ചർ പ്രൊഡ്യൂസുകൾക്ക് വിൽപ്പനയ്ക്ക് സഹായിക്കുക. അതുപോലെ തന്നെ എന്താണ് ലോണുകളുടെ സൂപ്പർവിഷൻ നടത്തണം. പിന്നെ സ്റ്റോറേജ് ഫെസിലിറ്റികൾ കൊടുക്കുക, അതായത് ഗോഡൌൺസ് അങ്ങനത്തെ ഇത് കൊടുക്കുക. ലോണുകൾ റിക്കവറികൾ നടത്തണം. സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ഇൻസെക്ടിസൈഡ്സ്, അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് അങ്ങനത്തെ കൊടുക്കുക. അതായത് ഒന്നുമില്ല, വളങ്ങള്, കീടനാശിനികള്, വിത്തുകള്, അതുപോലെ തന്നെ എന്താണ് മെഷീനറികളൊക്കെ ഉണ്ടല്ലോ, എന്താ പുല്ല് ചെത്തുന്നത്, അരിവാളുകൾ, അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ മെമ്പർമാർക്കും നോൺ മെമ്പർമാർക്കും ഇതിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുക, മെമ്പർമാർക്ക് ലോണുകൾ കൊടുക്കുക, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റികൾ ചെയ്യുക. ഇതൊക്കെയാണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. എന്താണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് നോക്കാം. അതായത് പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഇത്ര പെർസെന്റേജ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കും, ഇത്ര പെർസെന്റേജ് ഇന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും. അങ്ങനെ ഒരു നിർബന്ധമായിട്ട് മാറ്റി വെക്കേണ്ട കുറെ ഫണ്ടുകളുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, നോട്ട് ലെസ് ദാൻ 15% ആസ് റിസർവ് ഫണ്ട്. എന്നാൽ നോട്ട് ലെസ് ദാൻ 15% ആസ് റിസർവ് ഫണ്ട്, 15% താഴെയല്ലാത്ത, ഇതൊക്കെ ശ്രദ്ധിക്കണം. നോട്ട് ലെസ് ദാൻ, നോട്ട് മോർ ദാൻ, നോട്ട് എക്സീഡ്, ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം. അപ്പൊ 15% താഴെയല്ലാത്ത, അതായത് 15% മിനിമം വെക്കണം. 15% എത്ര വേണമെങ്കിലും കൂടുതൽ നമുക്ക് റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ എന്താണ് നോട്ട് ലെസ് ദാൻ 15% ആസ് റിസർവ് ഫണ്ട്, നോട്ട് ലെസ് ദാൻ 15% ആസ് റിസർവ് ഫണ്ട്. 7% ആസ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിന് വേണ്ടിയിട്ട് 7% എന്തെങ്കിലും മാറ്റി വെക്കണം, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. നോട്ട് ലെസ് ദാൻ 5% ആസ് എഡ്യൂക്കേഷണൽ ഫണ്ട് സബ്ജക്ട് ടു എസ് മാക്സിമം ഓഫ് 60,000. 5% താഴെയില്ലാത്തൊരു എമൗണ്ട് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് കൊടുക്കണം. എത്ര വരെയും കൊടുക്കാം? 60,000 രൂപ വരെ കൊടുക്കാം. 5% താഴെയില്ലാത്ത എഡ്യൂക്കേഷൻ ഫണ്ട് മാക്സിമം എത്രയാണ്? 60,000 രൂപ. നോട്ട് ലെസ് ദാൻ 5% ടു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. എന്താണ്? അതേപോലെ തന്നെ 5% താഴെയില്ലാത്തത് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും കൊടുക്കണം. എന്ത് എഡ്യൂക്കേഷൻ? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. നമ്മൾ സാധാരണ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് 5% താഴെയില്ലാത്തത് മാക്സിമം 60,000 രൂപ വരെ കൊടുക്കാം. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൽ സീസ് ചെയ്തിട്ടില്ല, 5% താഴെയില്ലാത്തൊരു എമൗണ്ട് കൊടുത്തിരിക്കണം. 10% ഓർ 1 lakh വിച്ച് എവർ ഈസ് ലെസ് ടു മെമ്പർലി ഫണ്ട്. 10%മോ അല്ലെങ്കിൽ 1,00,000 രൂപയോ, അതിൽ ഏതാണ് കുറവ്? അതായത് മാക്സിമം 1,00,000 രൂപ വരെ. 10%ആണോ 1,00,000 രൂപയാണോ, ഇതിൽ ഏതാണ് കുറവ്? അത്രയും രൂപ മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കണം. 10% കുറവെങ്കിൽ അത് കൊടുക്കാം, 1,00,000 രൂപയാണ് കുറവെങ്കിൽ അത് കൊടുക്കാം. അതായത് 10% അല്ലെങ്കിൽ 1 lakh വിച്ച് എവർ ഇസ് ലെസ് ടു മെമ്പർ റിലീഫ് ഫണ്ട്. ബാലൻസ് ഇഫ് എനി ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ആസ് പെർ ബൈലോ ഇൻ ദ ഫോളോയിങ് മാനർ. അതായത് ബാക്കിയുള്ളത് എന്താണ്? ബൈലോയിൽ പറയുന്ന പോലെ കൊടുക്കണം. ബൈലോയിൽ പറയുന്ന പോലെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളും കൂടെ നോക്കണം. നോട്ട് എക്സീഡിങ് 25% ഡിവിഡൻഡ് ടു മെമ്പേഴ്സ്. എന്താണ്?
25% കൂടാത്ത, അധികരിക്കാൻ പാടില്ല. 25 ഡിവിഡന്റ് നമ്മള് മെമ്പർമാർക്കല്ലേ കെട്ട 50%, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. 25% മാക്സിമം ഡിവിഡന്റ് കൊടുക്കാൻ പാടുള്ളൂ. നോട്ട് എക്സീഡിങ് 25% ആസ് ഡിവിഡന്റ് ടു മെമ്പേഴ്സ്. നോട്ട് എക്സീഡിങ് 25% ആസ് ഡിവിഡന്റ് ടു മെമ്പേഴ്സ്. നോട്ട് എക്സീഡിങ് 10% ടു കോമൺ ഗുഡ് ഫണ്ട്. നോട്ട് എക്സീഡിങ് 10% ടു കോമൺ ഗുഡ് ഫണ്ട്. കോമൺ ഗുഡ് ഫണ്ടിലേക്ക് 10% കൂടാൻ പാടില്ല. ഡിവിഡന്റ് ഇക്വലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നോട്ട് എക്സീഡിങ് 10% ടു കോമൺ ഗുഡ് ഫണ്ട്. ഡിവിഡന്റ് ഇക്വലൈസേഷൻ ഫണ്ടിലേക്കും നമ്മൾ മാറ്റി വെക്കണം. അപ്പൊ അതായത് 10% നമ്മൾ വേണം കോമൺ ഗുഡ് ഫണ്ടിലേക്ക്, പിന്നെ അതുപോലെ തന്നെ ഡിവിഡന്റ് യൂട്ടിലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കണം. അപ്പൊ എന്തൊക്കെയാണ്? നോട്ട് ലെസ് ദാൻ 15% റിസർവ് ഫണ്ട്, 7% അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, നോട്ട് ലെസ് ദാൻ 5% എഡ്യൂക്കേഷൻ ഫണ്ട് സബ്ജക്ട് ടു മാക്സിമം ഓഫ് 60,000. Not less than 5% to professional education fund, 10% or rupees 1 lakh, whichever is less to member relief fund. Balance, if any, can be utilized as per bylaw in the following manner. Not exceeding 25% as dividend to members, not exceeding 10% to common good fund, dividend equalization fund. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അഡോപ്റ്റഡ് കെട്ടുതെങ്ങ് സ്കീം. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിന്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അഡോപ്റ്റഡ് കെട്ടുതെങ്ങ് സ്കീം. എന്തൊക്കെയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കെട്ടുതെങ്ങ് സ്കീം? അപ്പൊ കെട്ടുതെങ്ങ് സ്കീം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ എന്താണ്? ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് ലോൺ സിസ്റ്റം എന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ക്രോപ്പ് ലോൺ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അതുപോലെ തന്നെ കെട്ടുതെങ്ങ് സ്കീം അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി പ്രിപ്പയേഴ്സ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി അതായത് പാക്സ് ആണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് സെക്രട്ടറി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി. സെക്രട്ടറി എന്നാണ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കെട്ടുതെങ്ങ് സ്കീമും ക്രോപ്പ് ലോണും അതുപോലെ തന്നെ അതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പ്രൈമറി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ എന്താണ്? ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് ആരാണ് തയ്യാറാക്കുന്നത്? അത് പാക്സ് ആണ് തയ്യാറാക്കുന്നത്. ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ സിഇഒ അറിയപ്പെടുന്നത് സെക്രട്ടറി എന്ന പേരാണ്. സെക്രട്ടറി. പിന്നെ എന്താണ്? സേഫസ്റ്റ് ലോൺ. അതായത് ഒരു സൊസൈറ്റിനെ സംബന്ധിച്ച്, ഒരു കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും സേഫസ്റ്റ് ലോൺ എന്ന് പറയുന്നത് ഗോൾഡ് ലോൺ ആണ്. സേഫസ്റ്റ് ലോൺ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഗോൾഡ് ലോൺ. The duties and responsibilities of President, Secretary and Managing Committee members are clearly defined in bylaw. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The duties and responsibilities of President, Secretary and Managing Committee members are clearly defined in bylaws. സെക്രട്ടറിയുടെ, പ്രസിഡന്റിന്റെ, മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ബൈലോയിലാണ് പറയുന്നത്. The reserve fund helps in attracting deposits and creating confidence in the members and outsiders. അതായത് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റിയിരിക്കുന്നത്. ഒരു സൊസൈറ്റിക്ക് റിസർവ് ഫണ്ട് കൂടുതലായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റിക്ക് എന്താണ്? പ്രോഫിറ്റ് കൂടുതലായിട്ടുണ്ട്. ആ പ്രോഫിറ്റ് കൂടുതലുള്ള സംഘത്തിലല്ലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ തോന്നുള്ളൂ? ഡെപ്പോസിറ്റ് കൊണ്ട് കൊടുക്കാൻ തോന്നുള്ളൂ. അത് തന്നെ ഇവിടെ പറയുന്നുള്ളൂ. ദ റിസർവ് ഫണ്ട് ഹെൽപ്സ് ഇൻ അട്രാക്ടിങ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ക്രിയേറ്റിംഗ് കോൺഫിഡൻസ് ഇൻ ദി മെമ്പേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. റിസർവ് ഫണ്ട് എന്ത് സഹായിക്കുന്നു? ഡെപ്പോസിറ്റ് വാങ്ങിക്കുവാൻ ആരിൽ നിന്ന്? മെമ്പർമാരിൽ നിന്നും പുറത്തുള്ളവരിൽ നിന്നും ഡെപ്പോസിറ്റുകൾ ലഭിക്കുവാൻ സഹായിക്കുന്നത് റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് പോളിസിയാണ്. ദ ഗ്രോത്ത് ഓഫ് റിസർവ് ഫണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. ദ ഗ്രോത്ത് ഓഫ് റിസർവ് ഫണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. ഒരു റിസർവ് ഫണ്ടിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ദ റിസർവ് ഫണ്ട് ഈസ് യൂസ്ഡ് ടു മീറ്റ് അൺഫോർസീൻ ലോസസ്. അതായത് നമുക്ക് അറിയാത്ത അനിശ്ചിതമായിട്ടുള്ള ലോസ്, അൺഫോർസീൻ ലോസസ് ആണ്, അൺസർട്ടനിറ്റി ആണ്. എപ്പോൾ വേണമെങ്കിൽ വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ഫണ്ടുകൾ സൂക്ഷിക്കുന്നത്. അതൊരു നഷ്ടം ഉണ്ട് എന്നുള്ളത് തന്നെ ആ നഷ്ടത്തിന് വേണ്ടിയിട്ടില്ല, ആ നഷ്ടം വരാൻ സാധ്യതയുണ്ട്, നഷ്ട സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ഫണ്ടുകൾ നമ്മൾ സൂക്ഷിക്കുന്നത്. ടു ബിൽഡ് ഗോഡൌൺ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഗെറ്റിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം NCDC. ഗോഡൌണുകൾക്ക് പണിയുന്നതിന് വേണ്ടി NCDCയിൽ നിന്നാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ എടുക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് NCDCക്ക് B ക്ലാസ് മെമ്പർഷിപ്പ് ആണ് കൊടുക്കുന്നത് കേട്ടോ.
സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മെയിൻറ്റെയിൻ ഷോർട്ട് ടൈം ലോൺസ് ഫാർമർ സർവീസ് പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് ആൾസോ. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന ഷോർട്ട് ടൈം ലോൺസുകളാണ് കൊടുക്കുന്നത്. ഫാർമർ സർവീസ് അതായത് ഷോർട്ട് ടൈം ലോൺസുകൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഷോർട്ട് ടൈം ലോൺസ് മാത്രമാണ് കൊടുക്കുക, അല്ലെങ്കിൽ മീഡിയം ലോൺസ്. ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, ലോങ് ടേം ലോണുകളും കൂടെ കൊടുക്കുന്നുണ്ട്. ഷോർട്ട് ടൈം മാത്രമല്ല, ലോങ് ടേം ലോണുകളും കൂടെ കൊടുക്കുന്നുണ്ട്. ഓൺലി എന്നൊരു ഇതും കൂടി ഉണ്ട്, അത് വിട്ടുപോയതാണ് കേട്ടോ. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മെയിൻ ഷോർട്ട് ടൈം ലോൺസ് ഓൺലി. ഫാർമർ സൊസൈറ്റി പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് ആൾസോ. അതായത് ഷോർട്ട് ടൈം ലോണുകളുടെ ഒപ്പം തന്നെ ഫാർമർ സൊസൈറ്റി എന്താ എടുക്കുന്നുണ്ട്, ലോങ് ടേം ലോൺസുകളും കൂടെ കൊടുക്കുന്നുണ്ട്. സുപ്രീം അതോറിറ്റി ഓഫ് കോപ്പറേറ്റ് സൊസൈറ്റീസ് ജനറൽ ബോഡി. സുപ്രീം അതോറിറ്റി ഓഫ് കോപ്പറേറ്റ് സൊസൈറ്റി ജനറൽ ബോഡി, ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിയാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ മാനേജിംഗ് കമ്മിറ്റി കൺസിസ്റ്റ്സ് ഓഫ് 7 to 15 members. Day-to-day activities are carried out by managing committee consists of 7 to 15 members. Managing committee is selected by general body. Managing committee is selected by general body. The term of managing committee shall be 5 years. The term of managing committee shall be 5 years. It should be distribute farm requirements and consumer goods. That should distribute, അതായത് PAX should distribute farm requirements and consumer goods. Linking of credit with marketing helps the PAX to reduce overdues. Linking of credit with marketing helps the PAX to reduce overdues. ഞാൻ എന്താണ് പറഞ്ഞു തരാത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ഡെപ്പോസിറ്റ് ഓഫ് പാക്സ് ആർ ഫിക്സ്ഡ് ബൈ രജിസ്റ്റർ. ഇൻട്രസ്റ്റ് റേറ്റ് അതായത് രജിസ്ട്രാർ ആണ് പാക്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ബുക്ക് അതായത് ഫിക്സ് ചെയ്യുന്നത്. രജിസ്ട്രാർ ആണ് ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ഡെപ്പോസിറ്റ്സ് ഓഫ് പാക്സ് ആർ ഫിക്സ്ഡ് ബൈ രജിസ്ട്രാർ. ടേംസ് റിലേറ്റഡ് ടു പാക്സ്, പാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസുകൾ എന്താണെന്ന് നോക്കാം. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്, ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഡബിൾ ലോക്ക് സിസ്റ്റം, കെട്ടുതെങ്ങ് സ്കീം, ക്രോപ്പ് ലോൺ സിസ്റ്റം. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്, ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ഡബിൾ ലോക്ക് സിസ്റ്റം, കെട്ടുതെങ്ങ് സ്കീം, ക്രോപ്പ് ലോൺ സിസ്റ്റം. അടുത്തത് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി. എന്താണ് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി എന്ന് നോക്കാം. ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസ് ആർ primary societies at the village level undertaking all activities for the economic betterment of life of members. എന്താണ് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി? ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പ്രൈമറി സൊസൈറ്റിയാണ്. അത് വില്ലേജ് ലെവലിലുള്ള സൊസൈറ്റിയാണ്. അത് മെമ്പർമാരുടെ ബെറ്റർ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ്. ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റീസ് ആർ പ്രൈമറി സൊസൈറ്റീസ് അറ്റ് ദ വില്ലേജ് ലെവൽ undertaking all activities for the economic betterment of the life of members. In FSS എന്ന് പറയുന്നത് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. In FSS should cater to the requirement of maximum population of 20,000 in a compact area. അതായത് അതിന്റെ മാക്സിമം പോപ്പുലേഷൻ 20,000 വരെയുള്ള മാക്സിമം പോപ്പുലേഷൻ ഉള്ളിടത്താണ് ഒരു FSSന്റെ ആവശ്യം എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ഓൾ അഗ്രികൾച്ചറിസ്റ്റ്, അത് agricultural laborers, small traders and rural artisans. Membership is open to all agriculturists, agricultural laborers, small traders and rural artisans. അതായത് ഫാർമേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം പോപ്പുലേഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20,000 ആണ്. അതുപോലെ തന്നെ അവിടെയുള്ള ആരെങ്കിലും കൃഷിക്കാര്, കൃഷി തൊഴിലാളികള്, സ്മോൾ ട്രേഡേഴ്സ്, അതുപോലെ റൂറൽ ആർട്ടിസൻസ്, കരകൗശല ഇതുകളൊക്കെ, കാർപ്പന്റേഴ്സ്, അങ്ങനത്തെ ഉള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ, അതുപോലെ കൃഷിക്കാര്, പിന്നെന്താണ് ചെറുകിട കച്ചവടക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഫാർമർ സർവീസ് സൊസൈറ്റിയുടെ മെമ്പർമാർ എന്ന് പറയുന്നത്. 2/3 ഓഫ് മെമ്പർഷിപ്പ് ഈസ് റിസർവ്ഡ് ഫോർ വീക്കർ സെക്ഷൻ. ശ്രദ്ധിക്കണം, മൂന്നിൽ രണ്ട് ഭാഗവും വീക്കർ സെക്ഷന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. 2/3 മെമ്പർഷിപ്പ് ഈസ് റിസർവ്ഡ് ഫോർ വീക്കർ സെക്ഷൻ. സാമ്പത്തികമായിട്ട് വീക്കായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് 2/3 ഭാഗം മെമ്പർഷിപ്പും മാറ്റിവെച്ചിരിക്കുന്നു. 2 types of shares are issued by Farmer Service Cooperative Society. Farmer Service Society 2 തരം ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒന്ന് എ ക്ലാസ് ഷെയറും രണ്ടാമത്തത് ബി ക്ലാസ് ഷെയറും. എ ക്ലാസ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് ബി ക്ലാസ് ഫോർ ഗവൺമെന്റ് ആൻഡ് അതർ ലോക്കൽ ബോഡീസ്. എ ക്ലാസ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് ബി ക്ലാസ് ഫോർ ഗവൺമെന്റ് ആൻഡ് അതർ ലോക്കൽ ബോഡീസ്. ഫാർമർ സർവീസ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്നതാണ്. ആ വില്ലേജ് ലെവലിൽ പ്രവർത്തിക്കുന്ന ഫാർമർ സൊസൈറ്റിയിൽ മാക്സിമം മെമ്പർമാർ എന്ന് പറഞ്ഞാൽ 20,000 ആണ്. അതുപോലെ തന്നെ എന്താണ് കൃഷിക്കാര്, കൃഷി തൊഴിലാളികൾ,
കർഷകര്, അതുകൊണ്ട് കർഷകർ എന്നാണ്. പിന്നെന്താണ്, സ്മോൾ ട്രേഡേഴ്സ്, ചെറുകിട കച്ചവടക്കാര്, കാർപ്പന്റേഴ്സ് പോലെയുള്ള കരകൗശല വിദ്യ ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഇതിന്റെ മെമ്പർമാരായിരിക്കും. സ്പീക്കർ സെക്ഷന് വേണ്ടിയിട്ട് 2 ഭാഗം മെമ്പർഷിപ്പുകൾ മാറ്റിവെച്ചിരിക്കുന്നു. 2 തരം മെമ്പർഷിപ്പുകളാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പും മറ്റേതെന്ന് പറയുന്നത് ഗവൺമെന്റ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതർ ലോക്കൽ ബോഡീസിനുള്ള മെമ്പർഷിപ്പ്. എ ക്ലാസ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് ബി ക്ലാസ്, എ ക്ലാസ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് ബി ക്ലാസ് ഫോർ ഗവൺമെന്റ് ആൻഡ് അതർ ലോക്കൽ ബോഡീസ്. FSS should undertake all activities for integrated development of rural people. ഗ്രാമീണ തൊഴിലാളികൾ, ഗ്രാമീണ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് FSS ചെയ്യുന്നത്. FSS should undertake all activities for integrated development of rural people. FSS should undertake all activities for integrated development of rural people. SFDA and MFAL. SFDA and MFAL agencies should provide subsidy and other assistance to these societies. SFDA and MFAL agencies should provide subsidy and other assistance to these societies. So, liability of the society limited to paid up share capital. Liability of the society limited to paid up share capital. FSS should manage the marketing and processing of agricultural produce of the members. FSS should manage the marketing and processing of agricultural produce of the members. FSS should manage the marketing and produce of the agricultural produce of the members. Farmer Service Cooperative Society was formed as per the recommendation of National Commission on Agriculture. Farmer Service Cooperative Society was formed as per the recommendation of National Commission on Agriculture. TAPI committee recommended a Farmer Service Cooperative Society. TAPI committee recommended a Farmer Service Cooperative Society. Report of National Commission of Agriculture was released in 1976. Report of National Commission on Agriculture was released in 1976. അതായത് FSS should manage marketing and processing agricultural produce of the members. ഫാർമർ സർവീസ് സൊസൈറ്റി എന്താണ്, ഒരു മെമ്പർമാരുടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങും അതുപോലെ അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തത് ആരാണെന്ന് വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ റെക്കമെൻഡേഷനാണ്. അതുപോലെ TAPI കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും ഉണ്ടായിരുന്നു. 1976 നാഷണൽ കമ്മീഷൻ റിപ്പോർട്ടിലും ഈ FSSനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 സീറ്റ്സ്, അത് മറ്റേ പോലെ തന്നെയാണ് 7 to 50 മെമ്പേഴ്സ് ആൻഡ് 7 to 50 മെമ്പേഴ്സ് തന്നെയാണ് ഇതിലെ മെമ്പർമാരായിട്ടുള്ളത്. അതിൽ 2/3 സീറ്റ്സ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി റിസർവ്ഡ് ഫോർ വീക്കർ സെക്ഷൻ. എന്താണ്, വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് 2/3 സീറ്റ് ആർക്ക് വേണ്ടി, വീക്കർ സെക്ഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 2 ഭാഗ സീറ്റുകൾ വീക്കർ സെക്ഷന് വേണം. ഈ വീക്കർ സെക്ഷനിൽ നിന്നും ഇതിലൊക്കെ ആയിക്കോട്ടെ ഒരു SC/ST മെമ്പറും അതുപോലെ തന്നെ 3 വിമൺ മെമ്പറും വേണം. എന്താണ്, ഒരു SC/ST മെമ്പറും 3 വിമൺ മെമ്പറുമാണ്. അത് 2/3 നിന്നാവും, എല്ലാത്തിനാവും. റിസർവേഷൻ 3 സ്ത്രീകൾക്കും 1 SC/STക്കും ഉണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പറയുന്ന പേര് മാനേജിംഗ് ഡയറക്ടർ എന്നാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പറയുന്ന പേര് മാനേജിംഗ് ഡയറക്ടർ എന്നാണ്. ചീഫ് എക്സിക്യൂട്ടീവിനെ പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ എന്നാണ്. മാനേജിംഗ് ഡയറക്ടർ ഇതിന്റെ ഒരു പാർട്ടാണ്, മാനേജ്മെന്റിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് മാനേജിംഗ് ഡയറക്ടർ. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് 1969 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2TA സെക്ഷൻ 2TA ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളെ കുറിച്ചാണ്. അതിന്റെ പ്രത്യേകത എന്താണ്, അഗ്രികൾച്ചർ ക്രെഡിറ്റുകൾ കൊടുക്കുന്നു. ആർക്ക്, കർഷകർക്ക്. എന്തിനാണ്, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹ്രസ്വകാല മധ്യകാല വായ്പകളാണ്. എന്നാൽ അർബൻ ബാങ്കിന്റെ പ്രത്യേകത എന്താണ്, അതും ഹ്രസ്വകാല മധ്യകാല വായ്പകൾ തന്നെയാണ് കൊടുക്കുന്നത്. എന്താണ്, ഹ്രസ്വകാല മധ്യകാല വായ്പകൾ തന്നെയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കും കൊടുക്കുന്നത്. എന്നാലും അവർ കൊടുക്കുന്ന ലോണുകൾ എന്താണ്, കാർഷിക ലോണുകളല്ല, കാർഷികേതര വായ്പകളാണ് കൊടുക്കുന്നത്. കാർഷികേതര വായ്പകളാണ് കൊടുക്കുന്നത്. അപ്പൊ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് കാർഷികേതര ലോണുകൾ കൊടുക്കുന്ന സൊസൈറ്റികളാണ്. കാർഷിക ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളല്ല, കാർഷികേതര ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളാണ്. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്
അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ എന്ന് പറയുന്ന അർബൻ ഏരിയയില് അല്ലെ, അർബൻ ഏരിയയില് ഉള്ള, റൂറൽ ഏരിയയല്ല, ഗ്രാമീണർക്കല്ല, പട്ടണത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പൊ അത് പേരിൽ തന്നെ വ്യക്തമാണ്. അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്ന അതിന്റെ ഒരു പ്രവർത്തന പരിധി ഒരിക്കലും അതൊരു വില്ലേജിലായിരിക്കില്ല അല്ലെ, ഒരു ഗ്രാമത്തിലല്ല, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തായിരിക്കില്ല. എന്തായിരിക്കും, ഒരു മുനിസിപ്പാലിറ്റിയോ ഒരു കോർപ്പറേഷനോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങള് നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. വേറൊന്നും കൊണ്ടല്ല, എക്സാമിന് നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് അത്ര ഇതിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ സെക്ഷൻ 2TA ഡിഫൈൻസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. പ്രൈമറി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ് ആർ ഫോംഡ് അറ്റ് ടൗൺസ് ഓർ അർബൻ ഏരിയാസ് to cater the financial need to small scale and cottage industries, small traders, artisans, laborers, salaried income groups, self-employed groups, etc. പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്താണ്, അർബൻ ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്, അത് ടൗൺ ഏരിയയിൽ അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ ഈ അർബൻ ബാങ്കിനെ ടൗൺ ബാങ്ക് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് അർബൻ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ടൗൺ ഏരിയയിലുള്ള ടൗൺ ബാങ്കുകളാണ് ഈ അർബൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്, അത് ആരോഗ്യ ഫിനാൻഷ്യൽസിനെ അർബൻ ഏരിയയില് പട്ടണത്തിൽ ജീവിക്കുന്ന വലിയ ഇൻഡസ്ട്രീസിലല്ല, സ്മോൾ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ്, സ്മോൾ ട്രേഡേഴ്സ്, ആർട്ടിസാൻസ്, ലേബറേഴ്സ്, അതുപോലെ സാലറീഡ് ഇൻകം ഗ്രൂപ്പ്സ്, സെൽഫ് എംപ്ലോയിഡ് ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബാങ്കാണ്, അല്ലെങ്കിൽ അവരാണ് ഈ പ്രൈമറി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സിന്റെ മെമ്പർമാരെന്ന് പറയുന്നത്. Urban banks provide short-term and medium-term loans mainly for non-agricultural purposes. ഒരു അവിടെ കൂടിയിട്ടുണ്ട് ആൻഡ് എന്നാണ് കേട്ടോ. അർബൻ ബാങ്ക്സ് പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് മെയിൻലി ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസ്. അർബൻ ബാങ്ക്സ് ആർക്കാണ് കൊടുക്കുന്നത്, ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ ആണ് കൊടുക്കുന്നത്. അത് ആർക്കാണ്, നോൺ അഗ്രികൾച്ചർ പർപ്പസ്. അഗ്രികൾച്ചർ പർപ്പസിനല്ല, നോൺ അഗ്രികൾച്ചർ പർപ്പസിനാണ് അർബൻ ബാങ്കുകളിലെ ഷോർട്ട് ടേമും മീഡിയം ടേമും ലോണുകൾ കൊടുക്കുന്നത്. Urban banks also provide all types of banking facilities to their members and customers as well. എല്ലാ തരത്തിലുള്ള ബാങ്കിങ് ഫെസിലിറ്റികളും അർബൻ ബാങ്കുകൾ അവരുടെ മെമ്പർമാർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇസ് ആൾസോ കോൾഡ് കോമൺ മാൻസ് ബാങ്ക്. ശ്രദ്ധിക്കുക, പഠിക്കുക. അർബൻ ബാങ്കിന് പറയുന്ന വേറൊരു പേരാണ് കോമൺ മാൻസ് ബാങ്ക് എന്നാണ്. കോമൺ മാൻസ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇസ് ആൾസോ കോൾഡ് കോമൺ മാൻസ് ബാങ്ക്. brightest spot, romance of cooperation, town bank, insured cooperative bank, etc. are the other names of urban cooperative bank. Question ചോദിക്കാം. brightest spot എന്ന് പറഞ്ഞാൽ അർബൻ ബാങ്ക് ആണ്. brightest spot അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. റൊമാൻസ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ടൗൺ ബാങ്ക് എന്നാണ്, ടൗൺ ബാങ്ക്. ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇത്രയും പേരുകളിലൊക്കെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ അറിയപ്പെടുന്നുണ്ട്. ബ്രൈറ്റസ്റ്റ് സ്പോട്ട്, റൊമാൻസ് ഓഫ് കോർപ്പറേഷൻ, ടൗൺ ബാങ്ക്, ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്, എക്സെട്ര ആർ നെയിംസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അതുപോലെ കോമൺ മാൻസ് ബാങ്ക് എന്നറിയപ്പെടുന്നതും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഷൂൾസ് ഡെലിഷ് ആണ്. ജർമ്മനിക്കാരനായ ഷൂൾസ് ഡെലിഷ് ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഫൗണ്ടർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ വേൾഡ്, ഷൂൾസ് ഡെലിഷ്. ഫൗണ്ടർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ വേൾഡ്, ഷൂൾസ് ഡെലിഷ്. The urban banks owe their origin to the Schulz banks in Germany. The urban banks owe their origin to the Schulz banks in Germany. Such banks named Cusata banks prevailed in Italy also. അങ്ങനത്തെ ബാങ്കുകൾ അറിയപ്പെടുന്നത് കുസാട്ട, CUSSATTA banks prevailed in Italy also. ഇത് ഇറ്റലിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. The urban banks owe their origin to the Schulz banks in Germany. Such banks named Cusata banks prevailed in Italy also. The first such FIRST ആണ് സ്പെല്ലിംഗ്, PI പേടിച്ച് ടൈപ്പ് ചെയ്തത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. The first such urban cooperative bank was established in India at Baroda state in 1889, even before enactment of the cooperative law in India. അതായത് 1889 ഇന്ത്യയിൽ ബറോഡ സ്റ്റേറ്റിൽ, ബറോഡയിലാണ്, അന്ന് ബറോഡ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് ബറോഡയിലാണ്
ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എവിടെയാണ്? 1889 ബറോഡയിൽ. ആ സമയത്ത് കോപ്പറേറ്റീവ് ലോ ഒന്നും വന്നിട്ടില്ല. ഇന്ത്യയിൽ 1904 കോപ്പറേറ്റീവ് ലോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ബറോഡയിലായിരുന്നു 1889. Urban Cooperative Bank maintain fluid resources as per the rate specified by Reserve Bank of India. Urban Cooperative Bank maintain fluid resources as per the rate specified by Reserve Bank of India. Reserve Bank of India ആണ് എത്ര പെർസെൻറ്റേജ് ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ഓരോ ബാങ്കുകളിലും, അതായത് ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്ന ബാങ്കുകളിലെല്ലാം ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന FR എത്ര ശതമാനമാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫിക്സ് ചെയ്യുന്നത്. ദ ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇസ് ജർമ്മനി. ജർമ്മനിയിൽ ഷൂൾസ് ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടുവന്നത്. അപ്പം ബർത്ത് പ്ലേസ് ഓഫ് ജന്മസ്ഥലം, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. The urban banks in India were organized on the recommendation of the Meghalakam Committee in 1950. 1915 മേഘലകം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇന്ത്യയിൽ ഓർഗനൈസ് ചെയ്തത്. 1915 മേഘലകം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ 14 അപ്പോയിന്റ് ചെയ്ത് 15 മേഘലകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഓർഗനൈസ് ചെയ്യണതിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഓവർഡ്യൂ ഓഫ് ദ അർബൻ ബാങ്ക് ആർ കമ്പാരിറ്റീവ്ലി വെരി ലോ. അതായത് മറ്റുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഓവർഡ്യൂസ് വളരെ കുറവാണ്. ഓവർഡ്യൂ ഓഫ് ദ അർബൻ ബാങ്ക് ആർ കമ്പാരിറ്റീവ്ലി വെരി ലോ. The area of operation of urban banks includes municipality, municipal corporation as a whole in a part. അതായത് ഒരു മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ മുഴുവനായിട്ടോ അങ്ങനെയാണ് അർബൻ ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് മുനിസിപ്പാലിറ്റികളാവും കോർപ്പറേഷനുകളാവും അർബൻ ഏരിയയിലാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ വർക്ക് ചെയ്യുന്നത്. അടുത്തത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു പാക്സും അതുപോലെ തന്നെ ഏതാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും മെമ്പർമാരായിട്ടുള്ള അല്ലെങ്കിൽ അവയുടെ അപ്പക് സ്ഥാപനമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ്? അർബൻ ബാങ്കുകളുടെയും പാക്സിന്റെയും അപ്പക് സ്ഥാപനമാണ്. അല്ലെങ്കിൽ അപ്പക് സ്ഥാപനം എന്ന് പറയുന്നേക്കാളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മെമ്പർമാർ ആരാണെന്ന് ചോദിച്ചാൽ, കാരണം ശരിക്കും പറഞ്ഞാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു തലമുള്ളൂ, സിംഗിൾ ടയർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മെമ്പർ ആരാണെന്ന് ചോദിച്ചാൽ പാക്സും അതുപോലെ അർബൻ ബാങ്കുകളുമാണ് അതിന്റെ മെമ്പർമാർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മളുടെ കേരളത്തിലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇന്ത്യയിലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആകെ ഒരേ ഒരു ഷെഡ്യൂൾഡ് ബാങ്കുള്ളൂ, അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് തന്നെയാണ്. Kerala State Cooperative Bank Limited is a scheduled bank in India which is established by the government of Kerala. Kerala State Cooperative Bank Limited is a scheduled bank in India. India scheduled bank which is established by the government of Kerala. It is the first scheduled bank in the cooperative sector in India. എന്താണ് കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇന്ത്യയിലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ബ്രാൻഡ് ആസ് കേരള ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിന് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? കേരള ബാങ്ക് എന്നാണ്. കേരള ബാങ്ക് എന്നുള്ളത് ബ്രാൻഡ് നെയിം മാത്രമാണ്, അല്ലാതെ കേരള ബാങ്ക് എന്ന് പറയുന്നത് അല്ല അതിന്റെ ശരിയായ പേര്. കേരള ബാങ്ക് എന്നുള്ള പറയുന്ന പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിജക്ട് ചെയ്തു ആ പേര്. അങ്ങനെയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തന്നെയാണ് അതിന്റെ പേര്. അതിന് ബ്രാൻഡ് നെയിം ആയിട്ടാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്. 1692 primary agricultural credit societies and 16 licensed urban cooperative banks are the members of societies of Kerala Bank. 1692 പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളും 16 ലൈസൻസ്ഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുമാണ് കേരള ബാങ്കിന്റെ മെമ്പർമാരായിട്ടുള്ളത്. 1692 പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളും 16 ലൈസൻസ്ഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുമാണ് കേരള ബാങ്കിന്റെ മെമ്പർമാരായിട്ടുള്ളത്. The bank was formally launched by Pinarayi Vijayan, Chief Minister of Kerala, in a function held in Thiruvananthapuram on 6th December 2019.
The bank was formerly launched by Pinarayi Vijayan, Chief Minister of Kerala, in a function held in Thiruvananthapuram on 6th December 2019. അതായത് അന്നത്തെ ഇപ്പോഴത്തെയുമാണ് നമ്മളുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ. അദ്ദേഹമാണ് 2019 ഡിസംബർ 6 തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഇത് ലോഞ്ച് ചെയ്തത്. എന്താണ് 6th December 2019 ആണ് ലോഞ്ച് ചെയ്തത്. കേരള ബാങ്ക് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഫ്രം 29th November 2019 onwards. കേരള ബാങ്ക് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഫ്രം 29th November 2019 onwards. നമ്മൾ നേരത്തെ പറഞ്ഞു 2019 ഡിസംബർ 6 ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്ത ഫംഗ്ഷൻ അതിന്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ ഉണ്ടാക്കിയത് 2019 എന്താണ് ഡിസംബർ 6 അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ശരിക്കും പറഞ്ഞ ഫംഗ്ഷനിങ് തുടങ്ങിയതിന് ശേഷമാണ് അതിന്റെ ലോഞ്ച് ഇനോഗ്രേറ്റ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ കേരള ബാങ്ക് രൂപീകരണത്തിന് കുറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ കുറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ഒപ്പോസിഷൻ കുറെ ഒരുപാടുള്ളതിന്റെ പേരിൽ തന്നെ സാങ്ഷൻ കിട്ടി അന്ന് തന്നെയാന്ന് പറഞ്ഞാൽ ഇത് ആരംഭിച്ചു. 2019 നവംബർ 29 തന്നെ ആരംഭിച്ച് അതിന്റെ ഫംഗ്ഷൻ ചെയ്തത് ഡിസംബർ 6 Kerala Bank has adopted a two-tier system after amalgamating the other entities in the three-tier system. അതായത് സ്റ്റേറ്റ് നമ്മളുടെ 2019 നവംബർ 29 വരെ DCB എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു വെച്ചാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതിന് തൊട്ട് താഴെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അതിന് താഴെ പാക്സ്, അങ്ങനെയായിരുന്നു അതിന്റെ പ്രവർത്തന രീതി ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നപ്പോൾ എന്ന് വെച്ചാല് ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ടയർ ആയിരുന്നു. ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ 3 ടയർ ആയിരുന്നു. 3 ടയർ ആയിരുന്നതിന് 2019 നവംബർ 29 കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ എന്തായി മാറി? ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ലാതെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ എല്ലാം കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. അപ്പൊ DCB എന്ന് പറയുന്ന ആ നടുക്കഷ്ണം ഉണ്ടല്ലോ, നടുക്കഷ്ണം ഇല്ലാതെ അപ്പൊ അത് 2 ടയർ ആയി മാറി. 3 ടയർ മാറി 2 ടയർ ആയി. Kerala Bank has adopted a two-tier system after amalgamating the other entities in the three-tier system. Head office of Kerala Bank is at Tirunelveli. തിരുവനന്തപുരത്താണ് കേരള ബാങ്കിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഹെഡ് ഓഫീസ് ഓഫ് കേരള ബാങ്ക് ഈസ് അറ്റ് തിരുവനന്തപുരം. Kerala Bank constituted its first managing committee on 27th November 2020. 2019 നവംബർ 29 രൂപീകരിച്ച ആ കേരള ബാങ്കിന് കറക്റ്റ് ഒരു വർഷം, ഒന്ന് ആലോചിച്ചൊക്കെ 29-27 കറക്റ്റ് ഒരു വർഷത്തിന് ശേഷമാണ് അതിന് ആദ്യത്തെ മാനേജിംഗ് കമ്മിറ്റി ഉണ്ടായത്. നിങ്ങൾ നോക്കുക, അതിൽ 2 ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്, തെറ്റാണ്. കേരള ബാങ്ക് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇറ്റ്സ് ഫസ്റ്റ് മാനേജിംഗ് കമ്മിറ്റി ഓൺ 27th November 2020. 2020 നവംബർ 27 കേരള ബാങ്കിന്റെ ആദ്യത്തെ മാനേജിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. 2020 നവംബർ 27 ആദ്യത്തെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഇപ്പോഴും നിലവിലതെ ഉള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത്, അതായത് 5 വർഷ കാലയളവുണ്ട്, 2025 നവംബർ വരെ കാലയളവുണ്ട്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗോപി കോട്ടമുറിക്കലാണ്. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക് ഗോപി കോട്ടമുറിക്കൽ. കമ്മിറ്റി റിലേറ്റിംഗ് ടു കേരള ബാങ്ക് രൂപീകരിക്കുന്നതിനുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി. കമ്മിറ്റി റിലേറ്റിംഗ് ടു കേരള ബാങ്ക് ശ്രീറാം കമ്മിറ്റി. The area of operation of the bank extends to whole state of Kerala. അതായത് കേരള ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാനം മുഴുവനാണ്. The area of operation of the bank extends to whole state of Kerala. എന്താണ് കേരള ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. The headquarters of the bank situated in തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെയാണ് ഇപ്പോഴും തിരുവനന്തപുരത്ത് ഉള്ള കേരള ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 7 റീജിയണൽ ഓഫീസസ്. അതായത് 7 റീജിയണൽ ഓഫീസുകൾ ഉണ്ട്. അതായത് 14 ജില്ല, 7 റീജിയണൽ ഓഫീസ്. 7 റീജിയണൽ ഓഫീസസ് അറ്റ് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. തിരുവനന്തപുരം അടുത്തടുത്തുള്ള ജില്ലകൾ ഒന്നിച്ചൊന്നിച്ചുള്ള റീജിയണൽ ഓഫീസുകൾ. അതങ്ങനെ നമുക്ക് കറക്റ്റ് കണ്ടെത്താൻ പറ്റുന്നതാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. കേരള ബാങ്ക് ഹാസ് വൺ കോർപ്പറേറ്റീവ് ഓഫീസ് ഇൻ എറണാകുളം. കേരള ബാങ്ക് ഹാസ് വൺ കോർപ്പറേറ്റ് ഓഫീസ് ഇൻ എറണാകുളം. കേരള ബാങ്കിന് ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്, അത് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. Authorized share capital of bank is rupees 200 crore. Liability limited to
ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ മെമ്പേഴ്സ്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 200 കോടി രൂപയാണ്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ 200 കോടി രൂപയാണ്. ലയബിലിറ്റി അതിന്റെ ഷെയർ ക്യാപിറ്റൽ, മെമ്പർമാരുടെ ഷെയർ ക്യാപിറ്റലിന് അത്രയുമാണ് അതിന്റെ ലയബിലിറ്റി. ഓരോ മെമ്പർമാർ എത്ര ഷെയർ ക്യാപിറ്റൽ അടയ്ക്കുന്നു അതാണ് ആ മെമ്പർമാർക്കുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് ഓഫ് ദ ബാങ്ക് ഈസ് ഓപ്പൺ ടു പാക്സ്, ലൈസൻസ്ഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? പാക്സിന് കൊടുക്കും, ലൈസൻസ്ഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് കൊടുക്കും, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഈസ് അണ്ടർ ദ ഡ്യുവൽ കൺട്രോൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് നബാർഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് രണ്ട് കൺട്രോൾ ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ നബാർഡിന്റെ കൺട്രോൾ ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡും അതിന്റെ സൂപ്പർവിഷൻ ഒക്കെ നടത്തുന്നുണ്ട്. മാക്സിമം ബോറോയിങ് പവർ ഇസ് 50 ടൈംസ് ഓഫ് ഇറ്റ്സ് ഓൺ ഫണ്ട്. എത്രയാണ് മാക്സിമം ബോറോയിങ് പവർ? 50 ടൈംസ് ഓഫ് ഓൺ ഫണ്ട്. ഓൺ ഫണ്ടിന്റെ 50 ഇരട്ടിയാണ്. മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫിക്സ്ഡ് ബൈ നബാർഡ്. എത്രയാണ് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നബാർഡാണ് ഫിക്സ് ചെയ്യുന്നത്. മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫിക്സ്ഡ് ബൈ നബാർഡ്. In which year Trivandrum Central Cooperative Bank registered 23rd November 1915? നബാർഡിന്റെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, കഴിഞ്ഞ ദിവസം റീസെന്റ് ആയിട്ട് നമുക്കറിയാം എന്താണ് ക്രെഡിറ്റ് ലിമിറ്റുകൾ കുറച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാണ്. നബാർഡ് ഇൻസ്പെക്ഷന്റെ ഇതിലൊക്കെ ആയിട്ട് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെ വരുമ്പോൾ, ഓവർ ഡ്യൂസ് കൂടുതൽ വരുമ്പോൾ അങ്ങനെയുള്ള കുറെ ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ് ആ ക്രെഡിറ്റ് ലിമിറ്റുകൾ കുറച്ചത്. In which year Trivandrum Central Cooperative Bank registered 23rd November 1915? അതായത് ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോഴത്തെ കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അത് എന്തായിരുന്നു? അത് ആദ്യം തന്നെ രൂപീകരിച്ചപ്പോൾ തിരുവിതാംകൂർ, പണ്ട് എന്താണ് കേരളം എന്ന് പറയുന്നത് നാട്ടുരാജ്യക്കന്മാരായിരുന്നു ഭരിച്ചത്. 3 നാട്ടുരാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ എന്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം, കൊച്ചി നാട്ടുരാജ്യം, പിന്നെ മലബാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗമല്ലായിരുന്നു. അത് മദ്രാസ് ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു. മദ്രാസ് ഗവൺമെന്റ് എന്ന് പറഞ്ഞത് ബ്രിട്ടീഷിന്റെ അധീനതയിലുള്ള പ്രദേശമായിരുന്നു. അതായത് മദ്രാസ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റാണ് റൂൾ ചെയ്തിരുന്നത്. നമ്മള് കൊച്ചി രാജവംശവും അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജവംശവും. അപ്പൊ അതിൽ തിരുവിതാംകൂർ രാജവംശത്തില് ആ തിരുവിതാംകൂറിൽ ഒരു 1912 ആക്ട് ഒക്കെ പ്രകാരം എന്ത് ചെയ്തു? 12 ആക്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ സ്വന്തമായിട്ട് തിരുവിതാംകൂറിന് സ്വന്തമായിട്ട് എന്തായിട്ട് ഒരു ആക്ട് ഒക്കെ ഉണ്ടായി. അങ്ങനെ ഒരു സെൻട്രൽ ബാങ്ക് രൂപീകരിച്ചു. ആദ്യം തന്നെ ഒരു സെൻട്രൽ ബാങ്കാണ് ആദ്യം തന്നെ രൂപീകരിച്ചത്. തിരുവിതാംകൂർ ആക്ട് പ്രകാരം രൂപീകരിച്ചത് ആദ്യം തന്നെ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. 1915 നവംബർ 23-നാണ് രജിസ്റ്റർ ചെയ്തത്. ഈ നവംബറുകളുടെ കളികളുണ്ടല്ലേ ശരിക്കും. 1915 നവംബർ 23-നാണ് രജിസ്റ്റർ ചെയ്തത്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1916 ജനുവരി 16. 1916 ജനുവരി 16. രസമുള്ള നമ്പറാണ്. 16/1/16 ഫംഗ്ഷൻ ആരംഭിച്ചത്. 16/1/16. അങ്ങനെ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ചു കാലം കഴിഞ്ഞ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നി ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള പേര് മാറ്റിയിട്ട് അതിന് ഒരു ഫെഡറൽ ക്യാരക്ടറൊക്കെ ആക്കിക്കൊണ്ടിട്ട് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പേര് 1943 അതിനെ റിനെയിം ചെയ്തിട്ട് എന്താക്കി മാറ്റി? ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി മാറ്റി. എന്താണ്? ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആക്കി മാറ്റി 1943. അതിനുശേഷം തിരുക്കൊച്ചി സംയോജനം ഉണ്ടായിരുന്നു. അതുപോലെ 49 തിരുക്കൊച്ചി സംയോജനം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് തിരുവിതാംകൂർ കൊച്ചിയും കൂടെ കൂടി കഴിഞ്ഞപ്പോൾ അത് തിരുക്കൊച്ചി ഇത് വന്നപ്പോ കൊച്ചി സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് കൊച്ചിയിലുള്ള സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് കൂടി ഇതിനും കൂടെ സംയോജിക്കുന്നുണ്ട്. അതിനുശേഷം എന്താന്ന് വെച്ചാൽ പിന്നെ അതിനുശേഷം എന്താന്ന് വെച്ചാല് 1956 എന്ത് ചെയ്തു? കേരള സ്റ്റേറ്റ് രൂപീകരിച്ചു. കേരള സ്റ്റേറ്റ് രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് ഫോം ചെയ്തു. എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ട് ഫോം ചെയ്തു. അപ്പൊ ഏതായത് ശരിക്കും ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് എന്തായി മാറിയത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയി ഫോം ചെയ്തത് 1956. ദ ഇയർ ഇൻ വിച്ച് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അണ്ടർ ദ കൺട്രോൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് വർഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ വന്നത് 1966 മാർച്ച് മാസത്തിലാണ്. 1966 മാർച്ച് മാസത്തിലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലേക്ക് വന്നത്. 1966 മാർച്ച് മാസത്തില്.
അപ്പൊ എന്നാൽ 1956 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് മാറുന്നത്. അതിനുശേഷം അത് 1966 റിസർവ് ബാങ്കിന്റെ കൺട്രോളിലേക്ക് മാറി. The year in which Kerala State Cooperative Bank under the second schedule of RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ RBIയുടെ കൺട്രോളിലേക്കൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഷെഡ്യൂളിൽ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരുന്നു അതിന്റെ അർത്ഥം. 1966 ജൂലൈയില് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് RBI ആക്ട് സെക്കൻഡ് ഷെഡ്യൂളിൽ വരുമ്പോഴാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ വന്നത് 1966 ജൂലൈ മാസത്തിലാണ്. 1966 ജൂലൈ മാസത്തില്. ദ ഇയർ ഇൻ വിച്ച് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അണ്ടർ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ജൂലൈ 1966. കോബാങ്ക് കാർഡ് ആൻഡ് Samurdhi card, Co-Bank card and Samurdhi card are two cards issued by Kerala State Cooperative Bank. Co-Bank card and Samurdhi card are two cards issued by Kerala State Cooperative Bank. Co-Bank card and then Co-Bank card, Samurdhi card ഇത് രണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. സെക്ഷൻ 2KA, സെക്ഷൻ 2KA ഡിഫൈൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സെക്ഷൻ 2KA ഡിഫൈൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സെക്ഷൻ 2KA ഡിഫൈൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് നമ്മുടെ ആക്ടിലെ സെക്ഷൻ 2KA പ്രകാരമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വിച്ച് വാസ് ദ ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് അഫിലിയേറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? അതായത് നമുക്ക് തിരുക്കൊച്ചി വന്നു, കൊച്ചിയും ട്രിവാൻഡ്രവും കൂടെ ഒന്നിച്ച് ട്രാവൻകൂറും കൂടെ ഒന്നിച്ചിട്ട് ആദ്യം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്താണ് അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് നേരിട്ട് മാറ്റാണ് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്. ഇതിനുശേഷം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് രൂപീകരിച്ചതിന് ശേഷമാണ് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്തിലേക്ക് വരുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് അഫിലിയേറ്റ് ചെയ്തത് ആരാണ്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അഫിലിയേറ്റഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. വിച്ച് വാസ് ദ ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അഫിലിയേറ്റഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. In which year Kerala State Cooperative Bank introduced a refinance scheme with assistance from IDBI? IDBIയിൽ നിന്ന് കേരള ബാങ്ക് IDBIയുടെ കൂടെ നിന്നിട്ട് IDBIയുടെ അസിസ്റ്റൻസോട് കൂടി ഒരു റീഫിനാൻസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അത് എന്താന്ന് വെച്ചാൽ 1983. ഇൻ വിച്ച് ഇയർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് റീഫിനാൻസ് സ്കീം വിത്ത് അസിസ്റ്റൻസ് ഫ്രം IDBI? 1983. In which year Kerala State Cooperative Bank introduced refinance scheme with assistance from IDBI? 1983. Who was the first chairman of Kerala State Cooperative Bank? S. Padmanabhan. Who was the first chairman of Kerala State Cooperative Bank? S. Padmanabhan. Who was the first chairman of Kerala State Cooperative Bank? S. Padmanabhan. In which year Reserve Bank of India give concessional finance to State Cooperative Bank? 1942. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു കൺസെഷണൽ ഫിനാൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തു തുടങ്ങിയത് 1942. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് കൺസെഷണൽ ഫിനാൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തു തുടങ്ങിയത് 1942 മുതലാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആദ്യത്തെ ചെയർമാൻ എസ് പത്മനാഭനാണ്. In which year Reserve Bank of India give license to Kerala State Cooperative Bank ടു ഡൂയിങ് ബാങ്കിങ് ബിസിനസ്? ഇത്രയും നാളിങ്ങനെ നടന്നിട്ടും ബാങ്കിങ് ബിസിനസ് നടത്താനുള്ള ഒരു പ്രൊവിഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ഉണ്ടായിരുന്നില്ല. എന്താണ് ഇപ്പൊ KS കാർഡ് ബാങ്ക് ഒക്കെ എന്താണ് ബാങ്കിങ് ബിസിനസ് നടത്തുന്നില്ല. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അവരുടെ മെമ്പർ സൊസൈറ്റികൾ, അതായത് DCBകൾക്കൊക്കെ ഉള്ള സഹായങ്ങളൊക്കെ ചെയ്യല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുള്ളൂ. ബാങ്കിങ് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തത് 1972. Co-Bank and Gramayatra, two schemes adopted by Kerala State Cooperative Bank. Co-Bank and Gramayatra are two schemes adopted by Kerala State Cooperative Bank. The Co-Bank Vidyadhan is loan scheme of Kerala State Cooperative Bank, which is related to education. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ലോൺ കൊടുക്കുന്നതിന്റെ പേരാണ് കോബാങ്ക് വിദ്യാധൻ. ദ കോബാങ്ക് വിദ്യാധൻ ഈസ് ലോൺ സ്കീം ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വിച്ച് ഈസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അതായത് വിദ്യാനിധി എന്ന് പറഞ്ഞിട്ട് ഒരു ഡെപ്പോസിറ്റ് സ്കീമും കേരള ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികളുടെ, അതായത് സ്കൂളുകളിൽ കൊണ്ടു കൊടുത്തിട്ട് കുട്ടികൾ കയ്യിലൊരു ബോക്സ് കൊടുക്കും, അതിലിങ്ങനെ കുറച്ച് കിട്ടുന്ന കാശൊക്കെ ശേഖരിച്ച് അത് SBയിലേക്ക് ഇടുന്ന അങ്ങനത്തെ ഒരു സ്കീമാണ്. അതിന്റെ പേര് വിദ്യാനിധി എന്നാണ്.
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രൊവൈഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടു മാർക്കറ്റ് ഫെഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രൊവൈഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടു മാർക്കറ്റ് ഫെഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കുന്നത്? മാർക്കറ്റ് ഫെഡിന് കൊടുക്കുന്നു. അപ്പെക്സ് ബാങ്ക് ഇസ് ദ സ്റ്റേറ്റ് ലെവൽ സ്റ്റാർട്ടഡ് അറ്റ് റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി. മേഖലക കമ്മിറ്റി. അതായത് സ്റ്റേറ്റ് ലെവലിൽ ഒരു അപ്പെക്സ് ബാങ്ക് വേണമെന്ന് ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്? മേഖലകം കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് ലെവലിൽ അപ്പെക്സ് ബാങ്ക് വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി മേഖലകം കമ്മിറ്റി. അപ്പെക്സ് ബാങ്ക് ഇസ് ദ സ്റ്റേറ്റ് ലെവൽ സ്റ്റാർട്ടഡ് അറ്റ് റെക്കമെൻഡേഷൻ ഓഫ് മേഖലകം കമ്മിറ്റി. മാനേജിംഗ് ഡയറക്ടർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അപ്പോയിന്റഡ് ബൈ കേരള ഗവൺമെന്റ്. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത് കേരള ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആണ് MD അപ്പോയിന്റ് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ MD അപ്പോയിന്റ് ചെയ്യുന്നത് കേരള ഗവൺമെന്റ് ആണ്. Which cooperative institution make a link between the money market and cooperative movement? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഏത് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മണി മാർക്കറ്റും കോപ്പറേറ്റീവ് മൂവ്മെന്റും തമ്മിലുള്ള ഒരു ലിങ്ക് കൊണ്ടുവരുന്നത്? അതിന്റെ ലിങ്ക് അതിന്റെ ഇടയിൽ ആരാണെന്നുള്ളതെന്ന് ചോദിച്ചാല് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ത്രൂ ആണ് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. വിച്ച് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ മേക്ക് എ ലിങ്ക് ബിറ്റ്വീൻ ദി മണി മാർക്കറ്റ് ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ? തമിഴ്നാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ? തമിഴ്നാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ? തമിഴ്നാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ആദ്യത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് തമിഴ്നാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. വിച്ച് വാസ് ദ ഓൾഡ് നെയിം ഓഫ് തമിഴ്നാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? മദ്രാസി എന്നാണ് തമിഴ്നാടിന് ആദ്യം അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മദ്രാസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അല്ലെ, മദ്രാസ് ആണ് അറിയപ്പെടുന്നത്, മദ്രാസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. വിച്ച് വാസ് ദ ഓൾഡ് നെയിം ഓഫ് തമിഴ്നാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? ദ മദ്രാസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ദ മദ്രാസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1905. എന്നാണ് മദ്രാസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1905 ദ മദ്രാസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1905. മദ്രാസ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1905. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ? മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ? മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. The year in which Maharashtra State Cooperative Bank was registered? 11th October 1911. 11th October 1911. 11/10/11. അത് നവംബർ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. 11 ഇത് 11/10/11. The year in which Maharashtra State Cooperative Bank was registered? 11th October 1911. What is the expansion of MASC? മാസ്കിന്റെ എക്സ്പാൻഷൻ എന്താണ്? മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം. What is the expansion of MASC? മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം. What is the expansion of MASC? Mutual Arrangement Scheme. What is the aim of MASC? MASC meant for helping cooperative bank to issue demand draft and mail transfer within the entire state. അതായത് DD എടുക്കുമല്ലോ, അത് എൻ്റെ സ്റ്റേറ്റിലെ DD എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മാസ്ക് എന്ന് പറയുന്നത്. ഓൾ ഓവർ ഇന്ത്യ ആകുമ്പോൾ എയ്മാസ് ആണ്. മാസ്ക് മീൻഡ് ഫോർ helping cooperative bank to issue demand draft and mail transfer within the entire state. What is the aim of MASC? MASC means for helping cooperative bank to issue demand draft and mail transfer within the entire state. In which year MASC introduced by Kerala State Cooperative Bank? 1972. In which year MASC introduced by Kerala State Cooperative Bank? 1972. Under mutual arrangement scheme of the service cooperative bank should open with state cooperative bank dash account, current account. Under mutual arrangement scheme of the service cooperative bank should open with the state cooperative bank current account. ഇനി നമ്മളുടെ കേരള ബാങ്കിന്റെ മെമ്പർമാർ, അതായത് കമ്മിറ്റി മെമ്പർമാരെ ആരൊക്കെയെന്ന് നോക്കാം. അല്ലെങ്കിൽ അതിന്റെ മാനേജിംഗ് കമ്മിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, 2020 നവംബർ 27 മാനേജിംഗ് കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയൊക്കെയുള്ള മെമ്പർമാരാണെന്ന് നോക്കാം. 21 മെമ്പർമാരാണ്. എന്താണ്? 21 മെമ്പർമാരാണ്. പ്രൈമറിയിൽ 7 to 15, അത് അർബൻ ബാങ്കിൽ 7 to 15 വരെയുണ്ട്. 7 to 15 തന്നെയാണ്. അപ്പെക്സ് ബാങ്ക് ആയതുകൊണ്ട് 21 മെമ്പർമാരുണ്ട്. അപ്പെക്സ് ബാങ്ക് ആയതുകൊണ്ട് 21 മെമ്പർമാര്. 21 മെമ്പർമാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ. 14 എ ക്ലാസ് മെമ്പർമാരെ എലക്ട് ചെയ്യുന്നത്. 16 മെമ്പർമാരെ എന്താണ് 14 ജില്ലകളിലുണ്ടല്ലോ. 14 ജില്ലകളിലെ മെമ്പർമാരിൽ നിന്ന് 14 എ ക്ലാസ് മെമ്പർമാർ തെരഞ്ഞെടുക്കും. 14 ജില്ലകൾ. അതില്
10 ആള് ജനറൽ മെമ്പർമാരായിരിക്കും. 10 ആള് ജനറൽ കാറ്റഗറി ആയിരിക്കും. 3 ആള് വനിതകളായിരിക്കും. ഒരാൾ SC ST ആയിരിക്കും. 14 10 ജനറൽ. ജനറൽ സ്ത്രീ ആവാം, SC ST ഒക്കെ പെടാം. 3 ആൾ കമ്പൽസറി വ്യൂമൺ ആണ്. SC ST ഒരാൾ. 1 മെമ്പർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് മെമ്പർമാരല്ലേ, അപ്പൊ അത് ഒരാൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മെമ്പർ ആയിരിക്കണം. 2 ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ഗവൺമെന്റ്. 2 പ്രൊഫഷണൽ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് ഉണ്ട്, അത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും. പിന്നെ സെക്രട്ടറി ഓഫ് കോർപ്പറേഷൻ ഉണ്ട്. അതുപോലെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. പിന്നെ എന്താണ്, നോമിനി ഫ്രം നബാർഡ് റീജിയണൽ ഓഫീസ്. നബാർഡ് റീജിയണൽ ഓഫീസിന്റെ നോമിനീസ് ഉണ്ട്. പിന്നെ മാനേജിംഗ് ഡയറക്ടർ ഓഫ് എക്സ് ഒഫീഷ്യോ, മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്. ഇത്ര ആളുകളാണ് മാനേജിംഗ് കമ്മിറ്റിയിലുള്ളത്. അപ്പൊ എന്തൊക്കെയാണ്, 21 അംഗ മെമ്പർമാർ, 14 ആളുകള് ക്ലാസ് മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രതിനിധി ഉണ്ട്. 2 ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് ഉണ്ട്. സെക്രട്ടറി ഓഫ് കോർപ്പറേഷൻ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, നബാർഡിന്റെ നോമിനി, പിന്നെ മാനേജിംഗ് ഡയറക്ടർ. നമ്മളുടെ ഈ ടോപ്പിക് ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന വീഡിയോകള് അപ്പോൾ തന്നെ കണ്ട് കാണാം. കാരണം അടുത്ത വീഡിയോ റിപ്പീറ്റ് ചെയ്ത് അടുത്തടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, റിപ്പീറ്റ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഈ ഒരു ടോപ്പിക്കിൽ അത്രയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ ലോങ് ടൈം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അതുപോലെ മാർക്കറ്റിങ്ങും കൺസ്യൂമർ ഒക്കെ വെവ്വേറെ വീഡിയോസ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒന്നിച്ച് കാണുമ്പോൾ ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾ ഇത് വേഗം പഠിക്കുക കേട്ടോ. ഓക്കെ.